الرحمن الرحيم قل يا സഹോദരന്മാരെ, സഹോദരികളെ, ബന്ധങ്ങളുടെ സൗന്ദര്യം എന്നതാണ് നമ്മുടെ വിഷയം. സാധാരണ നമ്മൾ കേൾക്കാറും പറയാറുമൊക്കെയുള്ള വിഷയമാണ്. അതിനെക്കുറിച്ച് ഭംഗിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒന്ന് കൂടിച്ചേർന്നിരുന്നു. അന്ന് ഇണകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചിലത് പറഞ്ഞിരുന്നു. ആ വിഷയം അതല്ലെങ്കിൽ അതിൽ പലതും ഇന്നും ആവർത്തിക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം കൂടുതൽ ആളുകൾ പുതിയതായതുകൊണ്ട്. വിവാഹമാണ് ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനം. ഒന്നും കൂട്ടിയാൽ സാധാരണ നമ്മൾ പറയാറുള്ളത് 2 കിട്ടുമെന്നാണ്. പക്ഷേ ബഷീർ പറഞ്ഞത് ഇമ്മണി ബല്യ 1 കിട്ടും എന്നാണ്. ബഷീർ പറഞ്ഞത് ഒരു പോയത്തമല്ല, അതൊരു വലിയ ദർശനമാണ്. ഒന്നും കൂടിയാൽ കുറച്ചുകൂടി വലിയ 1 മാത്രം കിട്ടുന്ന ഒരവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഒരിക്കലും 2 ആകരുത്, കുറച്ച് കട്ടിയുള്ള 1. അതാണ് വിവാഹം. ഒരു വ്യക്തിയിലേക്ക് മറ്റൊരു വ്യക്തി കൂടിച്ചേരുമ്പോൾ അവിടെ 2 ആളുകളായി തീരാതെ അവിടെ കുറച്ചുകൂടി പെർഫെക്റ്റായ പുതിയ ഒരാളുണ്ടായിത്തീരുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ വിവാഹം. ഇപ്പോൾ ഇസ്ലാം അല്ലാതെ ഒരുപാട് മതങ്ങൾ ലോകത്തുണ്ട്. പക്ഷേ ഏത് മതത്തെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും വിവാഹം കഴിക്കാതെയുള്ള ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അല്ലേ? സന്യാസിയായി ജീവിക്കുന്നത്, അല്ലെങ്കിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നത്, കന്യാവ്രതം അനുഷ്ഠിക്കുന്നത്, ഇതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല, സാധാരണ ജനങ്ങളെക്കാളും ഒരു പടി മുകളിലാണ് വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന ആളുകൾ. പക്ഷേ ഇസ്ലാമിൽ വിവാഹം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഒരാൾ വിവാഹിതനാകുന്നതോടുകൂടി മതപരമായി അയാൾ ചെയ്യേണ്ട ഒരുപാട് ബാധ്യതകളിൽ പകുതിയും അയാൾ ചെയ്തതുപോലെയാണ് എന്നുപോലും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അത്രയും പ്രാധാന്യം ഉണ്ട് അതിന്. ഒരാൾ വിവാഹിതനാകുന്നതോടുകൂടി മാത്രമേ അയാൾക്ക് അയാളുടെ ഇസ്ലാമികമായി അയാൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുള്ളൂ. ഭർത്താവിൻ്റെ ബാധ്യതകൾ വളരെ വലിയ ബാധ്യതയാണ്. അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ ബാധ്യത, ഒരു ഉമ്മ എന്ന നിലക്കുള്ള ബാധ്യത, ഒരു ഉപ്പ എന്ന നിലക്കുള്ള ബാധ്യത, ഇതൊക്കെ മതത്തിൽ വലിയ പ്രാധാന്യമുള്ള ബാധ്യതകളാണ്. അവിടേക്കൊക്കെ ഒരാൾ എത്തണമെങ്കിൽ എന്ത് വേണം? ഒരാൾ വിവാഹിതനാകണം. അതുകൊണ്ടാണ് പറഞ്ഞത് മതത്തിൽ പകുതിയും അയാൾ ചെയ്തു എന്ന് പറഞ്ഞാൽ മതത്തിൽ വളരെ പ്രധാനപ്പെട്ട ബാധ്യതകളൊക്കെ അയാൾക്ക് ചെയ്യാൻ കഴിയുന്നത് അയാൾ വിവാഹിതനായതിനു ശേഷമാണ്. അത്രയും പ്രാധാന്യപൂർവമാണ് യഥാർത്ഥത്തിൽ വിവാഹത്തെ ഇസ്ലാം കണ്ടിട്ടുള്ളത് എന്ന് അർത്ഥം. മതപരമായ നിലക്കായിരുന്നാലും മറ്റുള്ള നിലക്കായിരുന്നാലും ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മൾ വലിയ ഒരു ബാധ്യത ഉള്ള ആളായിത്തീരുന്നത്, കൂടുതൽ ഉത്തരവാദിത്വമുള്ള ആളായിത്തീരുന്നത് വിവാഹത്തോടു കൂടിയാണ് എന്നർത്ഥം. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഡോക്ടർ VP ഗംഗാധരൻ എഴുതിയ ഒരു പുസ്തകത്തിലെ ഒരു സംഭവം. അതിൽ അദ്ദേഹം പറയുന്നത് 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി കുടുംബത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിലേക്ക് വരുന്നു. അങ്ങനെ ചികിത്സ ചെയ്തു നോക്കുമ്പോൾ അവർക്ക് മാരകമായ ക്യാൻസറാണ്. അത് വല്ലാതെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. യാതൊരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലേക്ക് അത് വികസിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് അദ്ദേഹം പറഞ്ഞത്, യാതൊരു നിലക്കും രക്ഷപ്പെടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷേ നിങ്ങൾ ധാരാളം പണം ചെലവഴിച്ചു കഴിഞ്ഞാൽ, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവർ പണമില്ലാത്തതുകൊണ്ട് തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക്.
1-2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ട് അവളുടെ ഭർത്താവാണ് ഞാൻ. അവളുടെ മാരകമായ അസുഖത്തെക്കുറിച്ച് ഞാൻ കേട്ടു. ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചുപോയി ഡോക്ടർക്കറിയാം. പക്ഷെ ഞാനൊരു തീരുമാനവുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ ഗൾഫിൽ നിന്ന് വരികയാണ്. ഭാര്യയ്ക്ക് അസുഖമാണ് എന്ന് കേട്ടപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചു, എന്ത് വേണം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 മാസം തികഞ്ഞിട്ടില്ല. ഞങ്ങളൊരു 8-10 ദിവസത്തിൻ്റെ താഴെ മാത്രമേ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. അപ്പോഴേക്ക് ഞാൻ ഗൾഫിലേക്ക് പോയതാണ്. എന്ത് വേണം? ഞാൻ അവളെ ഒഴിവാക്കിയാൽ ഒരാളും എന്നെ കുറ്റപ്പെടുത്തൂല. അവളുടെ ജീവിതം എങ്ങാനും നഷ്ടപ്പെട്ടു, ഇനി അവനെങ്കിലും ഒരു പുതിയ ജീവിതം ഉണ്ടായിക്കോട്ടെ എന്നാണ് എല്ലാ ആളുകളും പറയുക. അതുകൊണ്ട് ഞാൻ അവളെ ഒഴിവാക്കിയാൽ ഒരാളും എന്നെ കുറ്റപ്പെടുത്തൂല. ഒഴിവാക്കണമെങ്കിൽ എനിക്ക് ഒഴിവാക്കാം. അല്ലെങ്കിൽ എനിക്ക് അവളെ ചികിത്സിക്കാം. ഞാൻ എന്ത് വേണം ഡോക്ടറെ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയണത്, നിങ്ങൾക്ക് അവളെ ചികിത്സിക്കാം, ഒരു ഭാര്യ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അവളെ ചികിത്സിക്കാം. പക്ഷേ യാതൊരു കണ്ടീഷനും എനിക്ക് പറയാൻ കഴിയില്ല. അവളെ തിരിച്ചു തരുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത്ര ഗുരുതരമാണ് അവളുടെ അസുഖം. എന്നാലും നിങ്ങൾ ചികിത്സിച്ചു നോക്കൂ. ഡോക്ടർ ഒരു വെറും വാക്ക് പറഞ്ഞു. അയാൾ ഡോക്ടറോട് പറയാൻ, ഡോക്ടർ, ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുമെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ അവളെ ചികിത്സിക്കും. രാവും പകലും അധ്വാനിക്കേണ്ടി വന്നാലും ഞാൻ അവളെ ചികിത്സിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ തിരിച്ചു പോകുന്നത്. തിരിച്ചു പോയിട്ട് ഇദ്ദേഹം പണം അയക്കുന്നത് ഈ ഡോക്ടറുടെ അക്കൗണ്ടിലേക്കാണ്. ഡോക്ടറുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ച് ആ ഡോക്ടർ അവളെ ചികിത്സിക്കുന്നു. പതുക്കെ മാസങ്ങളെടുത്ത് അവൾ റിക്കവർ ചെയ്യുന്നു. അവൾ MA പൂർത്തിയാക്കി, B.Ed കഴിഞ്ഞു. അവൾ ഇന്ന് എറണാകുളത്ത് ഒരു സ്കൂളിലെ അധ്യാപികയായി ജോലി ചെയ്യുന്നു എന്നാണ് ഡോക്ടർ ആ കഥ അവസാനിപ്പിക്കുന്നത്. കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ദൈവവിശ്വാസി അല്ലാതിരുന്നിട്ടും അയാൾ എൻ്റെ മുമ്പിൽ വന്നിരുന്നപ്പോൾ ദൈവത്തെ ഞാൻ മുന്നിൽ കണ്ടു എന്നാണ്. കൈ പിടിക്കാൻ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ആർക്കും രക്ഷപ്പെടാൻ കഴിയും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ സംഭവം അവസാനിപ്പിക്കുന്നത്. ഈ കഥയിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ പാഠങ്ങളിൽ വലിയൊരു പാഠം ദാമ്പത്യബന്ധത്തിൻ്റെ ചുറുചുറുക്കാണ്. വിശദീകരിക്കാനാവാത്തത്രയും വിശാലമായി കിടക്കുന്ന അതിൻ്റെ വശ്യഭംഗിയാണ്. ഏതാനും ദിവസത്തെ ഒരു പരിചയം മാത്രമേ അവർ തമ്മിൽ, ഇത്രകാലവും ബന്ധമില്ലാത്ത 2 ആളുകൾ, ബന്ധമില്ലാത്ത 2 കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾ ഒന്നിച്ചു ചേരുന്നു എന്നുള്ളതാണ് വിവാഹം. അത് ആദർശ വിവാഹമാകുമ്പോൾ അതിലേറെ സൗന്ദര്യം കൂടുന്നു. നമുക്കറിയാം, സൂറത്ത് റൂമിൽ അള്ളാഹു പറഞ്ഞ ആയത്ത് വല്ലാത്ത ഒരു ആലോചന നമുക്ക് സമ്മാനിക്കുന്ന ആയത്താണ്. സാധാരണ നമ്മളത് പറഞ്ഞങ്ങനെ പോകാറുണ്ട്. പക്ഷേ കുറച്ചുകൂടി ആഴത്തിൽ ആ ആയത്തിന് ചില അർത്ഥങ്ങളുണ്ട്. ആ ആയത്ത് തുടങ്ങുന്നത് തന്നെ വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞിട്ടാണ്. വമിൻ ആയാത്തിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. വമിൻ ആയാത്തിഹി എന്നതുകൊണ്ട് തുടങ്ങുന്നത് തന്നെ അള്ളാഹുവിന് വലിയ ഉദ്ദേശങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. വമിൻ ആയാത്തിഹി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് തെളിവാണ്, അല്ലേ? അള്ളാഹുവിൻ്റെ ആയത്താണ്, അതാണ് അതിൻ്റെ അർത്ഥം. ഒരു മനുഷ്യൻ നടന്നു പോയ കാലടിപ്പാടുകൾ കണ്ടാൽ നമുക്കറിയാം അതിലൊരാൾ നടന്നു പോയിട്ടുണ്ട്. എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ നടന്നു പോയ അടയാളം അവിടെ ഉണ്ടായതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു എന്ന ഒരാൾ ഈ ലോകത്തിന് ശക്തിയായി, സാന്നിധ്യമായി സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ ഉണ്ട് എന്ന് തെളിയിക്കുന്ന അടയാളമാണ് എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി കാര്യം പറയണത്. അപ്പോൾ അത് ചില്ലറ കാര്യമല്ല. വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് അല്ല പറയണത് അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവാണ്. അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കി തന്നു എന്നത്. മിൻ അൻഫുസിക്കും, നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കി തന്നു. അപ്പോൾ ഇത് പുരുഷന്മാരോട് മാത്രമുള്ള വർത്തമാനമല്ല, മറിച്ച് സ്ത്രീകളോട് കൂടിയാണ്. നിങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കി തന്നു എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളോട് കൂടിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്നത് എന്താണ്? എന്ന് പറഞ്ഞതിന് ശേഷം എന്തിനാണ് ഇങ്ങനെ ഒരു ചര്യ അള്ളാഹു നിർബന്ധമാക്കിയത്? അതിൻ്റെ ഉദ്ദേശമാണ് പറയുന്നത്. ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അവിവാഹിതനായി ഇത്ര കാലം കഴിഞ്ഞിട്ടും കിട്ടാത്ത സമാധാനം,
ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി നിങ്ങൾ ആർത്തുല്ലസിച്ച് നടന്നിട്ടും നിങ്ങൾക്ക് കിട്ടാത്ത സമാധാനം, വിവാഹം എന്ന ഒരു നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിർവഹിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് കിട്ടുന്നു. അതാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമുക്ക് സമാധാനം കിട്ടേണ്ടത് ഇങ്ങനെ ചില ബാധ്യതകളൊന്നും ഇല്ലാത്ത കാലത്താണ്. പക്ഷെ അങ്ങനെയുള്ള ബാധ്യതകൾ ഇല്ലാത്ത കാലത്ത് കിട്ടാത്ത സമാധാനം ഇങ്ങനെ ഒരു ബാധ്യത ഉണ്ടാകുന്നതോടുകൂടി കിട്ടണം. അത് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു ഉദ്ദേശിച്ച വിധത്തിൽ ആ വിവാഹബന്ധം ഒത്തിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. സൗജി അസുവാജി എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. സൗജി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഭാര്യ എന്ന ഭർത്താവ് ഒന്നും അല്ല, നമുക്കറിയാം. ഇണ എന്നാണ്. സവജ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കടിച്ച് ചവച്ചരച്ചത് എന്നാണ്, അല്ലെങ്കിൽ കടിച്ച് ചവച്ചരക്കുക. കടിച്ച് ചവച്ചരച്ച് കഴിഞ്ഞാലുള്ള കാര്യം എന്താണ്? കപാട കൂടിയിട്ട് ഒന്നായിട്ടുണ്ടാവും. ഒരു ചുയിങ്കം വായിലേക്കിട്ട് കുറേ നേരം കടിച്ച് ചവച്ചരച്ചാൽ അതിൻ്റെ പല നിറങ്ങളും കൂടി ഒന്നായിട്ടുണ്ടാവും, പല രസങ്ങൾ കൂടി ചേർന്ന് ഒന്നായിട്ടുണ്ടാവും. അപ്പുറവും ഇപ്പുറവും ഇല്ലാതെ അത് കൂടി ചേർന്നിട്ടുണ്ടാവും. അതിന് പറയുന്ന പേരാണ് സിവാജ്. ആ പദമാണ് വിവാഹത്തിന് അള്ളാഹു പ്രയോഗിച്ചത് എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിയ ആശയം നമ്മുടെ മനസ്സിലേക്ക് വരാൻ അത് മതി എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹ് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം കിട്ടണം. അപ്പം നമ്മുടെ വീടിൻ്റെ പുറത്തു നിന്ന് കിട്ടാത്ത സമാധാനവും ശാന്തിയും നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നതോടുകൂടി കിട്ടണം. അപ്പോഴാണ് ആ വീട് മസ്കൻ ആവുക. മസ്കൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സുക്കൂൻ അഥവാ സമാധാനം കിട്ടുന്ന സ്ഥലം. മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം. മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനം കിട്ടുന്ന സ്ഥലം. അതാണ്. നമ്മൾ എത്ര അശാന്തമായ മനസ്സോടുകൂടി വീട്ടിലേക്ക് കയറി വന്നാലും ആ മുഖം കാണുന്നതോടുകൂടി സമാധാനം കിട്ടണം. നമ്മൾ നിർദ്ദേശിക്കുന്നത് ചെയ്യുന്ന ഒരാൾ, നമ്മൾ പറയുന്നത് അനുസരിക്കുന്ന ഒരാൾ, നമ്മളെ കാണാൻ കാത്തിരിക്കുന്ന ഒരാൾ, നമ്മൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, സന്തോഷമുള്ള സമയത്ത് നമ്മൾ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, നമുക്ക് ദുഃഖമുണ്ടാകുന്നത് ദുഃഖമാകുന്ന ഒരാൾ. അതാണ് ഇണയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പൗലോ കൊയ്ലോ എന്ന് പറഞ്ഞ വലിയൊരു സാഹിത്യകാരനുണ്ട്, നിങ്ങൾ കേട്ടിരിക്കും. ബ്രസീലിയൻ സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ സഹീർ എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായൊരു കഥയുണ്ട്. ആ കഥ നോവലാണ്. ആ നോവലിൽ അദ്ദേഹം ചിത്രീകരിക്കുന്നത് ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതമാണ്. ഭാര്യ യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പത്രപ്രവർത്തകയാണ്. അങ്ങനെ ഏതോ ഒരു യുദ്ധത്തിന് അവൾ പോയതാണ്. ആ സങ്കടം കൊണ്ട് ജീവിക്കുന്ന ഒരു ഭർത്താവിൻ്റെ കഥയാണ്. ആ കൂട്ടത്തിൽ അദ്ദേഹം എവിടെയോ പറയുന്നുണ്ട്, ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുന്ന ആളല്ല. നമ്മളങ്ങനെയാണ് പറയാറുള്ളത്. നമ്മുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുന്ന ആളാണ് ഏറ്റവും നല്ല സുഹൃത്ത്. അദ്ദേഹം പറയുന്നത് നമ്മുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുന്ന ആളാണ് ഏറ്റവും നല്ല സുഹൃത്ത്. നമ്മുടെ ദുഃഖങ്ങളിൽ വേറൊരാൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ചില ദുഃഖങ്ങളൊക്കെ മറച്ചു വെക്കാനുള്ളൊരു ശ്രമമാണത്. അയാൾക്ക് കുറേ ദുഃഖമുണ്ട്, അപ്പോൾ നമ്മുടെ ദുഃഖം കാണുമ്പോൾ അയാൾക്കൊരു സമാധാനമാണ്, എൻ്റെ ദുഃഖം ചെറുതാണല്ലോ, അതിനുവേണ്ടിയാണ് അയാൾ ദുഃഖിക്കുന്നത്. പക്ഷെ നമ്മുടെ സന്തോഷങ്ങളിൽ ആത്മാർത്ഥമായ ഒരാൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ നമ്മുടെ ഉത്തമ സുഹൃത്താണെന്നാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇണ എന്നത്. വാപ്പയും ഉമ്മയും അങ്ങനെ തന്നെയാണ്. ആ വിഷയത്തിലേക്ക് നമ്മൾ വരാം. ഇണ എന്ന് പറഞ്ഞാൽ യാതൊരു കണ്ടീഷനുമില്ലാതെ സ്നേഹിക്കുന്ന ആളായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അവളെനിക്ക് ചിലതൊക്കെ ചെയ്തു തരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാകരുത്. ഒന്നിനും ചെയ്യാൻ കഴിയാത്ത കാലത്തോ അപ്പോഴും എനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയണം. നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നതെന്ന് വെച്ചാൽ അയാൾ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളല്ലേ, ആ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന ആളല്ലേ എന്നതുകൊണ്ട് ഭർത്താവിനെ സ്നേഹിക്കുന്ന ആളാകരുത് ഭാര്യ. അങ്ങനെ കഷ്ടപ്പെടാൻ കഴിയാത്ത കാലത്തും അയാളെ സ്നേഹിക്കാൻ ഇവൾക്ക് കഴിയണം. ഫരീദ എന്ന തലശ്ശേരിക്കാരിയുടെ കഥ നമ്മൾ പറഞ്ഞിരുന്നു. ഫരീദ എന്ന വാക്കിന് ഒരു സമം ഇട്ട് കഴിഞ്ഞാൽ അവിടെ സ്നേഹം എന്നെഴുതാം. അതാണ് ഫരീദയുടെ പ്രത്യേകത. ഇന്നും തലശ്ശേരിയിലെ പെരിങ്ങത്തൂരിൽ അവർ ജീവിക്കുന്നുണ്ട്. ഭർത്താവിൻ്റെ ഒപ്പം അവൾ ജീവിച്ചത് 18 ദിവസം മാത്രമാണ്. ഭർത്താവ് ഗൾഫിലേക്ക് പോകുന്നു, പെയിൻറ്റിങ്ങിൻ്റെ ജോലിയായിരുന്നു, വീണ് നട്ടലിന് ക്ഷതം ബാധിച്ച് ഒന്നിനും കഴിയാതെ ജീവച്ഛവമായി നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ പറയാറുള്ളത്. ഒന്നിനും കഴിയാതെ അങ്ങനെ കിടക്കുന്ന ആളെ അങ്ങനെയാണ് പറയാറുള്ളത്. ആ പദം ശരിയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഭർത്താവ്, ആ ഭർത്താവിനെ ഈ ഫരീദ നോക്കി സംരക്ഷിക്കുന്നത് എത്ര വർഷമാണെന്നറിയോ? 18 വർഷം. വേണമെങ്കിൽ ഇട്ടെറിഞ്ഞു പോകാം, ഒരാളും അവളോട് ചെയ്യരുതെന്ന് പറയൂല. പക്ഷെ ഇട്ടെറിഞ്ഞു പോയില്ല. ഒന്നും ആ ഭർത്താവിൽ നിന്ന് തിരിച്ചു കിട്ടൂല. ശാരീരികമായ സുഖമോ സാമ്പത്തികമായ സുഖമോ ഒന്നും ഇനി ആ ഭർത്താവിന് തരാൻ കഴിയില്ല. അങ്ങോട്ട് വല്ലതും കൊടുക്കാനേ കഴിയുള്ളൂ. നാട്ടുകാർ പിരിവിട്ടിട്ടാണ് ആ ഭർത്താവ് ജീവിക്കുന്നത്. അപ്പോഴും ആ ഭാര്യ കൂടെ ഉണ്ട്. അതാണ് ഫരീദ.
അങ്ങനെ 18ാമത്തെ വർഷം അയാൾക്ക് ഗുരുതരമായ മാരകമായ ഒരു അസുഖം ബാധിച്ച് ആശുപത്രിയിലാക്കി. ICUവിൽ കിടക്കുന്ന ഭർത്താവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഡോക്ടർമാർ പറയുന്നത് യാതൊരു രക്ഷയുമില്ല എന്നാണ്. അവസാനത്തെ സമയമാണ് എന്നറിഞ്ഞപ്പോഴും എല്ലാവരും അയാളെ ഉപേക്ഷിക്കാൻ തയ്യാറായപ്പോഴും ആ ഭാര്യ അള്ളാഹുവിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത്, പടച്ചവനെ എൻ്റെ ഭർത്താവിന് ദീർഘായുസ് കൊടുക്കണമെന്നാണ്. ദീർഘായുസ് കൊടുത്താലുള്ള അവസ്ഥ എന്താവും നമുക്കറിയാം. അങ്ങനെ തന്നെയാണ് തിരിച്ചു കിട്ടുക. യാതൊന്നിനും അദ്ദേഹത്തെ കൊണ്ട് കഴിയില്ല, കൂടുതൽ പ്രയാസങ്ങളെ ഉണ്ടാകുള്ളൂ. അപ്പോഴും അവൾ പ്രാർത്ഥിക്കണം എന്താണ്? പടച്ചവനെ എൻ്റെ ഭർത്താവിന് ദീർഘായുസ് കൊടുക്കണമേ. ഇതാണ് യാതൊരു കണ്ടീഷനും ഇല്ലാത്ത സ്നേഹം. ബഷീറിൻ്റെ ഒരു കഥാപാത്രം ഭർത്താവിനോട് പറയുന്നുണ്ട്, എൻ്റെ ഉള്ളിൽ ചോരയും നീരുമല്ല ഉള്ളത്, നിങ്ങളോടുള്ള സ്നേഹവും കാരുണ്യവുമാണ്. അതാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ടത് കാരുണ്യവും സ്നേഹവുമാണ്. ഒരു നിബന്ധനകളുമില്ലാതെ, യാതൊരു കണ്ടീഷനുമില്ലാതെ നിങ്ങൾ പരസ്പരം നുകർന്നും പകർന്നും ജീവിക്കുക. ഇതാണ് അള്ളാഹു പറയുന്നത്. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ പ്രണയവും കാരുണ്യവും നാം നിക്ഷേപിച്ചു തന്നു. പടച്ചവൻ്റെ അടുത്ത് കിട്ടിയാണ്, നമ്മളുണ്ടാക്കിയതല്ലത്. എന്താണ് സ്നേഹവും കാരുണ്യവും നിങ്ങൾക്കിടയിൽ നാം നിക്ഷേപിച്ചു തന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം സ്നേഹിപ്പിച്ചു എന്നതിനർത്ഥമില്ല. അങ്ങനെ തന്നെ പറയാൻ പറ്റില്ല. സ്നേഹിപ്പിക്കുക എന്നുള്ളൊരു പദം പോലും ഇല്ല ഭാഷയിൽ എവിടെയും. ഏത് ഭാഷ നിങ്ങൾ എടുത്തു നോക്കൂ, സ്നേഹിപ്പിക്കുക എന്നൊരു പദമില്ല. അതെന്തുകൊണ്ടാണ്? സ്നേഹിപ്പിക്കാൻ കഴിയില്ല. സ്നേഹിക്കാൻ കഴിയും അല്ലേ? സ്നേഹം നേടാനും കഴിയും. പക്ഷെ നമ്മൾക്ക് രണ്ടാളെ പിടിച്ചിട്ട് നിങ്ങൾ രണ്ടാളും സ്നേഹിച്ചോളൂ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാൻ ഒരാൾക്ക് മറ്റൊരാളെ കഴിയൂല. അത് ഉണ്ടാകുന്നതാണ്, നമ്മൾ ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ അള്ളാഹു നമുക്കിടയിൽ സ്നേഹം ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ ആ സ്നേഹം അവിടെ ഉണ്ട്. അത് ഉപയോഗിക്കേണ്ടത് നമ്മളാണ്. ഭക്ഷണം നമുക്ക് തന്നിട്ടുണ്ട്, അത് കഴിക്കേണ്ടത് നമ്മളാണെന്ന് പറയുന്നത് പോലെ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ അള്ളാഹു സ്നേഹം നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട്. ആ സ്നേഹിക്കുക എന്നുള്ള ഉത്തരവാദിത്വം അവർക്ക് രണ്ടുപേർക്കുമാണ്. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആദ്യം സ്നേഹം എന്ന് പറഞ്ഞു, പിന്നെ കാരുണ്യം എന്ന് പറഞ്ഞു. ഖുർആൻ്റെ ശൈലി അങ്ങനെയാണ്. ഖുർആൻ ഒന്നും വെറുതെ പറയൂല. വിവാഹ ബന്ധം എന്ന് പരിശോധിച്ച് നോക്കും, ആദ്യം സ്നേഹമായിരിക്കും, കുറേ കാലം പിന്നിടുമ്പോൾ അത് കാരുണ്യമായിട്ടുണ്ടാവും. സ്നേഹം എന്നതിലേറെ കാരുണ്യമായിട്ടുണ്ടാവും. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലൊക്കെ അത് വല്ലാത്തൊരു പ്രണയമാണ്, ഒരു പിരിശമാണ്. കണ്ടാലും കേട്ടാലും സംസാരിച്ചാലും മതിവരാത്ത അത്രയും ആഗ്രഹമായിരിക്കും പരസ്പരം. എന്നാൽ കുറേ കാലം പിന്നിടുന്തോറും അത് കാരുണ്യമായിട്ട് മാറും. ശാരീരികം എന്നതിനേക്കാളേറെ മാനസികമായ അടുപ്പമായിട്ടത് മാറും. അതുകൊണ്ടാണ് ഖുർആൻ രണ്ടാമത് പറഞ്ഞത് റഹ്മത്ത്, നിങ്ങൾക്കിടയിൽ രണ്ടാമതായിട്ട് നാം കാരുണ്യവും നിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. അവളൊന്ന് തളരുന്നത് കാണാൻ വയ്യ, അവളൊന്ന് ക്ഷീണിക്കുന്നത് സഹിക്കാൻ വയ്യ, അവളൊന്ന് വിയർക്കുന്നത് പോലും അയാൾക്ക് ഒരു പ്രയാസമായി മനസ്സിലുണ്ടാകുന്നു. അതാണ് റഹ്മത്ത് എന്ന് പറഞ്ഞു. പിന്നെ ഖുർആൻ പറഞ്ഞത് എന്താണ്? ദമ്പതികളെക്കുറിച്ച് പറഞ്ഞത് ഒന്ന ലിബാസുല്ലക്കും വ അൻതുൽ ലിബാസുല്ലഹുന്ന, നിങ്ങൾ പരസ്പരം നല്ല ഉടയാടകളാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ പരസ്പരം ഡ്രസ്സാവണം. എത്ര മനോഹരമാണത്. ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, എന്താണ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ? ഡ്രസ്സിന് ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട്. ഡ്രസ്സ് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് തരുന്നുണ്ട്. കാലാവസ്ഥയുടെ ഭേദങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഡ്രസ്സ് വാങ്ങുക. ചൂടുള്ള കാലത്ത് ഇടുന്ന ഡ്രസ്സല്ല നമ്മൾ തണുപ്പ് കാലത്ത് ഇടുക. അപ്പോൾ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാലാവസ്ഥയിൽ നിന്നുള്ളൊരു സുരക്ഷിതത്വമാണ്. പിന്നെയോ നമുക്കൊരു സൗന്ദര്യമാണ്. ഞാനൊരു ഡ്രസ്സ് ഇട്ടാൽ അത് എനിക്ക് മാത്രമല്ല സൗന്ദര്യം, എൻ്റെ സുഹൃത്ത് പറയും നന്നായിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ മറ്റൊരാൾക്ക് പോലും അതൊരു സന്തോഷമാണ്. അതൊക്കെ പോട്ടെ, അതിലേറെ പ്രധാനമാണ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തോട് ഏറ്റവും ഒട്ടിച്ചേർന്ന് കിടക്കുന്നത് ഡ്രസ്സാണ്. ഈ ഡ്രസ്സ് എൻ്റേതല്ലേനോ, അത് ഞാൻ സ്വന്തമാക്കിയതാണ്. സ്വന്തമാക്കിയതോടുകൂടി ഇതെൻ്റേത് മാത്രമാണ് അല്ലേ? ഡ്രസ്സ് ഞാൻ സ്വന്തമാക്കുന്നതോടുകൂടി പിന്നെ അത് എൻ്റേതാണ്. അത് വേറൊരാൾ അനുഭവിക്കരുത്, വേറൊരാൾ ആസ്വദിക്കരുത്, അത് എൻ്റേതാണ്. അതാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. അപ്പം എൻ്റെ ഒരുപാട് കുഴപ്പങ്ങൾ, എൻ്റെ ഒരുപാട് പോരായ്മകൾ മറച്ചു പിടിക്കുന്നത് എൻ്റെ ഡ്രസ്സാണ്. അങ്ങനെ എൻ്റെ ഒരുപാട് പോരായ്മകൾ മറച്ചു പിടിക്കേണ്ട ആളാണ് എൻ്റെ ഭാര്യ. എൻ്റെ ഭാര്യയ്ക്ക് കുറേ പോരായ്മകളുണ്ട്, അത് മറച്ചു പിടിക്കേണ്ട ആളാണ് ഞാൻ. ഞങ്ങളുടെ റൂമിലുള്ള ഒരു പ്രശ്നം മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. മൂന്നാമതൊരാൾ അറിയുന്നതോടുകൂടി അതൊരു തീപ്പന്തമായി കത്തിപ്പടരും. അതുകൊണ്ടാണ് ഡ്രസ്സാവണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കുഴപ്പങ്ങളൊക്കെ നിങ്ങൾ തന്നെ മറച്ചു വെക്കുക. പരസ്പരം ഇണയും തുണയുമാവുക. മണ്ണാങ്കട്ടയും കരിയിലയും യാത്ര പോയ കഥ പറഞ്ഞില്ലേ? മണ്ണാങ്കട്ടയും കരിയിലയും ഒരു യാത്ര പോകുന്നു, ഒരു പുരാണമാണ്.
അവർ യാത്ര പോകുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ മണ്ണാങ്കട്ടയുടെ മേൽ തട്ടിയാൽ അത് ആകെ കുതിർന്നു പോകും. അതുകൊണ്ട് മണ്ണാങ്കട്ടയുടെ മേൽ ഇല ഒരു മറയായിട്ട് നിൽക്കുകയാണ്, മഴ കൊള്ളാതിരിക്കാൻ. അപ്പോൾ മഴത്തുള്ളികൾ വന്ന് വീഴുന്നത് ഇലയുടെ മേലാണ്, മണ്ണാങ്കട്ടക്കൊന്നും പറ്റുന്നില്ല. മഴ കുറഞ്ഞ് ശമിച്ച് പിന്നെ അവർ യാത്ര പോകുമ്പോൾ കാറ്റ് വീശാൻ തുടങ്ങുന്നു. കാറ്റ് വീശിക്കഴിഞ്ഞാൽ ഈ ഇല പാറിപ്പോകും. അങ്ങനെ ഇല പാറിപ്പോകാതിരിക്കാൻ ഈ മണ്ണാങ്കട്ട ഇലയുടെ മുകളിൽ കയറിയിരിക്കുന്നു. കാറ്റ് ശമിച്ചു, മഴയും ശമിച്ചു, സന്തോഷകരമായി അവർ യാത്ര തുടരുകയും ചെയ്തു. ഇതാണ് ഇണയും തുണയും. പരസ്പരം ഒത്താശയും പരസ്പരം സ്നേഹവും പകരുന്നു. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഞാൻ അങ്ങോട്ട് ചെയ്യുന്നു, അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എനിക്കും ചെയ്തു തരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്നർത്ഥം. മറ്റൊന്ന് ഖുർആൻ പറഞ്ഞത് നിസാഉക്കും ഹർസുല്ലക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാർ കൃഷിയിടങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വസ്ത്രങ്ങളാണ് എന്ന് പറഞ്ഞതും കൃഷിയിടമാണ് എന്ന് പറഞ്ഞതും ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. സ്ത്രീകളെ അവർ വസ്ത്രങ്ങളായിട്ടാണ് കാണുന്നത്. ഏത് സമയവും നമുക്ക് എടുത്തണിയാം, ഏത് സമയം എടുത്ത് വലിച്ചെറിയാം, അങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കൃഷിഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ വിമർശകർ പറഞ്ഞത് സ്ത്രീയെ ഒരു കൃഷിഭൂമിയായിട്ടാണ് കാണുന്നത്, എങ്ങനെയും കളച്ചു മറിക്കാം, ഉപദ്രവിക്കാം, അങ്ങനെയൊക്കെയാണ് അവർ സ്ത്രീയെ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. കുറച്ചുകൂടി പൊയറ്റിക്കാണത്, കാവ്യാത്മകമായ ഒരു വിശകലനമാണ്. എന്താണ് കൃഷിയിടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു. ഞാനൊരു കുഗ്രാമത്തിൽ നിന്ന് വരുന്ന ആളാണ്. എൻ്റെ വീടിൻ്റെ മുന്നിൽ ഭാഗം മുഴുവനും വയലുകളാണ്. എൻ്റെ അയൽപ്പക്കത്തും അവിടെ ഇവിടെയൊക്കെ ധാരാളം കർഷകരുണ്ട്. ആ കർഷകരെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ കൃഷിഭൂമിയും കർഷകനും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. അയാൾ ചുമക്ക് പോകുന്നുണ്ട്, അയാൾ കല്യാണത്തിന് പോകുന്നുണ്ട്, അയാൾ സൽക്കാരത്തിന് പോകുന്നുണ്ട്. എങ്ങോട്ട് പോയാലും അയാളുടെ മനസ്സ് നിറയെ എന്തായിരിക്കും? അയാളുടെ മണ്ണായിരിക്കും. വീട്ടിലേക്ക് എത്തി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വസ്ത്രം ഒഴിവാക്കി ആ ലുങ്കിയും പിന്നെ ഒരു തോർത്തും കൊണ്ടെടുത്തിട്ട് അയാൾ പോണത്, തൂമ്പയും കയ്യിൽ വെച്ചിട്ട് അയാൾ പോകുന്നത് അയാളുടെ കൃഷിഭൂമിയിലേക്കായിരിക്കും. ഒരു കർഷകൻ്റെ മനസ്സിൽ അയാളുടെ കൃഷിഭൂമി, അയാളുടെ മണ്ണ് എത്രമാത്രം പിന്തുടരുന്നുണ്ടോ, അയാളുടെ പിന്നാലെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എത്രമാത്രം അയാളുടെ പിറകെ ഒരു ചിന്തയായി ആ മണ്ണ് വരുന്നുണ്ടോ, അതുപോലെ നമ്മുടെ മനസ്സിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഉപ്പ എന്ന് പറഞ്ഞിട്ട് കോന്തയിൽ പിടിച്ചു തൂങ്ങുന്നൊരു പിഞ്ചു കുഞ്ഞിനെ പോലെ നമ്മുടെ ഓർമ്മയിൽ കൂടെ വരേണ്ട ആളാണ് നമ്മുടെ ഇണ എന്നാണ്. അല്ല ഭാര്യയെ ഉപദ്രവിക്കാനുള്ള ആയത്തായിട്ടല്ല അതിനെ കാണുന്ന ഇസ്ലാമിൻ്റെ വിമർശകർ അങ്ങനെ പറയുന്നുണ്ട്. മറിച്ച് കുറച്ചുകൂടി അടുപ്പിക്കുകയാണ് അള്ളാഹു അതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹു താല്പര്യപ്പെടുന്നത് ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും ഒന്നിപ്പിക്കുന്നതിലൂടെ പടച്ച തമ്പുരാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്കിടയിൽ സ്നേഹമുണ്ടാകണം. ആ സ്നേഹത്തിൻ്റെ പകരമായി അവർക്കിടയിൽ നിന്ന് സന്താനങ്ങൾ ഉണ്ടാകണം. അവർ പരസ്പരം ആദ്യം മനസ്സുകൾ കൈമാറുന്നു, കുറച്ചുകൂടി ദിവസങ്ങൾ കഴിഞ്ഞാൽ അവർ ശരീരം കൈമാറുന്നു, അത് രക്തങ്ങൾ കൈമാറലാകുന്നു. ആ രക്തം കൈമാറിയതിലൂടെ ഒരു പുതിയ നക്ഷത്രം അവിടെ ഉദിക്കുന്നു. അതാണ് അവരുടെ കുട്ടി. അവർ രണ്ടുപേരും പരസ്പരം അവരുടെ ശരീരം പങ്കുവച്ചതിലൂടെ, അവരുടേതെല്ലാം പരസ്പരം കൈമാറിയതിലൂടെ ഒരു പുതിയ നക്ഷത്രം തിളങ്ങുന്നു. ആ നക്ഷത്രം ആ കുട്ടിക്ക് അവരിൽ നിന്ന് കിട്ടേണ്ടതും ഈ സ്നേഹമാണ്. അതാണ് ആ തെർബിയത്ത്. അവരിൽ നിന്ന് കിട്ടേണ്ടത് ശിക്ഷണം, സ്നേഹം നിറഞ്ഞ ശിക്ഷണമാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു നിർദ്ദേശമില്ലേ? എന്താണത്? ഭാര്യയും ഭർത്താവും കുട്ടികളും എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഓരോരുത്തർ ഓരോ റൂമിൽ പോയിട്ട് കഴിക്കാൻ പാടില്ല, എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഉപ്പയും ഉമ്മയും പരസ്പരം ഭക്ഷണം വായിലേക്ക് കൈമാറണം എന്നാണ് പറഞ്ഞത്. വായിലേക്ക് കൈമാറണം. കയ്യിൽ കൊടുത്താൽ പോരാ, അത് റൂമിൽ പോയിട്ട് ചെയ്താൽ പോരാ, ഇവിടെ തന്നെ ചെയ്യണം. അത് മക്കൾ കാണുകയും വേണം. എന്തിനാണിത് അള്ളാഹുവിൻ്റെ റസൂൽ നിർദ്ദേശിച്ചത്? ഒരു കൗതുകമുള്ള പ്രവർത്തനമാണത്, ഒരു രസകരമായ പ്രവർത്തനമാണ്. എന്തിനാണ് ഈ മക്കൾ കണ്ടു നിൽക്കുക അങ്ങനെ ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വളരെ മനഃശാസ്ത്രപരമായൊരു വിശകലനമാണത്. നിങ്ങൾ നോക്കൂ, നമ്മളൊരു പേന കാണിച്ചു കൊടുത്തിട്ട് കുട്ടികളോട് പറയാം ഇതൊരു പെന്നാണെന്ന് പറയാം. ഒരു വാച്ച് കാണിച്ചിട്ട് മോളെ ഇതൊരു വാച്ചാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ലോകത്തെ ഏതെങ്കിലും ഒരു സാധനം കാണിച്ചു കൊടുത്തിട്ട് ഇത് സ്നേഹമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എവിടുന്നാണ് ഈ കുട്ടികൾ സ്നേഹം പഠിക്കുക? ഈ കുട്ടികൾ സ്നേഹം പഠിക്കുന്നത് സ്നേഹിക്കുന്നവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണ്.
സ്നേഹിക്കുന്നവർ പറയുന്ന വാക്കുകളിൽ നിന്നാണ് സ്നേഹം മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വാപ്പയും ഉമ്മയിൽ നിന്നും ഈ കുട്ടികൾ പഠിക്കട്ടെ എന്താണ് സ്നേഹം എന്ന്. അതിനാണ് അള്ളാഹുവിൻ്റെ റസൂൽ അത്തരം ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നർത്ഥം. ഒരു കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലതൊക്കെ ആവർത്തിക്കുമെന്ന് പറഞ്ഞത് അതാണ്. കുറേ ആളുകൾ കൂടിയതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ ചില ഉദാഹരണങ്ങൾ പറയാൻ വേണ്ടി മാത്രം. ഈ അടുത്ത് വായിച്ചൊരു കഥയാണ്. ആ കഥയിൽ കാണുന്നത് ഒരു ഭർത്താവ് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രസ്സ് മാറുകയാണ്. ആ സമയത്ത് അവിടെ ഒരു മരുന്നിൻ്റെ ഡപ്പി വെച്ചിട്ടുണ്ട്. ആ മരുന്നിൻ്റെ ഡപ്പീൻ്റെ അടപ്പ് കാണുന്നില്ല. അവിടെയൊക്കെ നോക്കിയിട്ട് അവിടെയും കാണുന്നില്ല. അദ്ദേഹത്തിന് പോകാൻ വല്ലാതെ സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആ ഡപ്പി അടച്ചു വെക്കണം, മോൻ ഇതിൽ നടക്കുന്നുണ്ട്, മോനെടുത്ത് കഴിക്കും, പ്രയാസമാണ്, അടച്ചു വെക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ പോണത്. ഭാര്യ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്തോളാം, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. ഭാര്യ അടുക്കളയിൽ ഓരോ ജോലികൾ മുഴുകിയിട്ട് ആ കാര്യം മറന്നുപോയി. ആ കാര്യം മറന്നുപോയി എന്ന് മാത്രമല്ല, ആ കുട്ടി ആ മരുന്നെടുത്ത് കഴിച്ചു, ബോധം കെട്ട് കിടക്കുന്നുണ്ട്. ബോധമില്ലാതെ കിടക്കുന്ന കുട്ടിയെ കാണുകയാണ് ഭാര്യ. വല്ലാതെ പേടിച്ച് നിലവിളിച്ചു. അയൽപ്പക്കക്കാരെ വിളിച്ചു കുട്ടിയെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഐസിയുവിലെത്തിയ കുട്ടി മരിച്ചുപോയി. കുട്ടിയുടെ ജഡം കാണുവാനാണ് പിന്നെ ആ പിതാവ് വരുന്നത്. ആ ഉമ്മയുടെ അടുത്താണ് കുഴപ്പം. തീർച്ചയായും ആ ഉമ്മയുടെ അശ്രദ്ധയാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. ആ ഉപ്പയുടെ മനസ്സും ആ ഉമ്മയുടെ മനസ്സും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഉമ്മ കരയുന്നില്ല, കണ്ണ് നിറഞ്ഞിട്ട് പോലുമില്ല, കണ്ണാകെ വറ്റി വരണ്ടിട്ടുണ്ട്, മുഖമാകെ ചുവന്നിട്ടുണ്ട്, പേടിയുണ്ട്. എങ്ങനെയാണ് ഭർത്താവിനെ അഭിമുഖീകരിക്കുക എന്നുള്ള പേടിയുണ്ട്. അവരാകെ ഭയവിഹ്വലയായി നിൽക്കുകയാണ്. ആ ഭർത്താവ് വരുന്നു, ഐസിയുവിൽ നിന്ന് കുട്ടിയുടെ മയ്യത്തുമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. മയ്യത്തുമായിട്ട് കയ്യിൽ പിടിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ട്. ഭാര്യ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഒന്നും പറയാൻ കഴിയുന്നില്ല. ആ ഭാര്യ വിചാരിക്കുന്നത് ആ ഭർത്താവിൻ്റെ മനസ്സിൽ നിറയെ എന്നെക്കുറിച്ചുള്ള ദേഷ്യമാണ്, ആ പകയും വിദ്വേഷവുമാണ്, എന്നോട് ഇനി എങ്ങനെയുള്ള സമീപനമാണ് ഉണ്ടാവുക എന്നൊക്കെ ആലോചിക്കുകയാണ്. ആ സമയത്ത് എന്താണ് പരസ്പരം പറയേണ്ടതെന്ന് പോലും അറിയാത്ത ആ നിശബ്ദതയിൽ ആ ഭർത്താവ് ഭാര്യയോട് പറയണത് എന്താണെന്നറിയോ? ഐ ലവ് യു ഡാർലിംഗ്, നിന്നെ ഞാനിപ്പോഴും സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാര്യയുടെ കണ്ണ് നിറഞ്ഞു. ആ കുഞ്ഞ് മരിച്ചതിലുള്ള സങ്കടം ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. അതിലേറെ അവർ മനസ്സിലാക്കിയത് ആ ഭർത്താവിൻ്റെ സ്നേഹമാണ്. ഇതാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കണ്ടീഷനില്ലാത്ത സ്നേഹമാണ്. ആ ഭാര്യയുടെ അടുത്ത് വന്നു പോയ ഒരു അശ്രദ്ധയാണ്. നമ്മൾ മനഃശാസ്ത്രത്തിൽ പറയുന്നത്, മക്കളുടെ ഇടയിൽ വെച്ചിട്ട് അവരുടെ ഉമ്മയെ ചീത്ത പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് ഉമ്മയെ ചീത്ത പറയുകയാണെങ്കിൽ ആ ഉമ്മയുടെ മനസ്സിൽ രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ്. ഒന്ന്, സ്വന്തത്തെക്കുറിച്ചൊരു അഭിപ്രായമില്ലായ്മ ഉണ്ടാവും, ഞാൻ ഒന്നിനും ഒരു പോരാത്തവളാണ് എന്ന് അവർക്ക് തോന്നും. രണ്ടാമത്തെ ഒരു പ്രശ്നം, ആ ഭർത്താവിനെ കുറിച്ചുള്ള അഭിപ്രായം പോകുന്നതാണ്. മക്കളുടെ മുന്നിൽ വെച്ചാണ് അവരുടെ ഉമ്മയെ ചീത്ത പറയുന്നതെങ്കിലും ഇതേ സംഭവമാണ് ഉണ്ടാവുക. ആ മക്കളുടെ മനസ്സിൽ ഈ രണ്ടാളുകളെക്കുറിച്ചും അഭിപ്രായമില്ലാത്തൊരവസ്ഥയാണ് രൂപപ്പെടുക. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരായിരുന്നു. നമുക്കറിയാം എന്തിനാണ് അങ്ങനെ പഠിപ്പിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുക എന്നുള്ളത് കൊണ്ടാണല്ലോ. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു നല്ല പായസം ഉണ്ടാക്കി. റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് മധുര പായസം. ആ മധുരമുള്ള പായസം ഉണ്ടാക്കിയിട്ട് റസൂലിന് കൊടുക്കാം, റസൂലിനോട് സ്വകാര്യമായിട്ട് ഇരുന്നിട്ട് റസൂലിന് ഇത് പകർന്നു കൊടുക്കാം, റസൂലിൻ്റെ ആ അഭിനന്ദനങ്ങളൊക്കെ കേൾക്കാം എന്ന് ആഗ്രഹിച്ചിട്ട് റസൂലിൻ്റെ അടുത്തേക്ക് ഈ പായസവുമായിട്ട് ചെല്ലുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആ സമയത്ത് അവിടെ ഇഷ്ടമില്ലാത്തൊരു കാഴ്ച. അതെന്താണ്? അവിടെ റസൂലിൻ്റെ വേറൊരു ഭാര്യയുണ്ട്, സൗദ. അത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു സ്വകാര്യത ഇഷ്ടപ്പെട്ടതായിരുന്നു. റസൂലിനോട് ഒരുമിച്ച് ഒന്ന് സ്വകാര്യമായിട്ട് ഇരിക്കാൻ ആഗ്രഹിച്ചതായിരുന്നു. അപ്പോൾ അവിടെ വേറൊരാളുണ്ടായത് ആയിഷയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല റളിയല്ലാഹു അൻഹ. പക്ഷേ ആ അനിഷ്ടം വകവെക്കാതെ അല്ലെങ്കിൽ മനസ്സിൽ വെച്ചുകൊണ്ട് പുറത്ത് കാണിക്കാതെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, സൗദ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതിൽ നിന്ന് കുറച്ച് പായസം കഴിച്ചോളൂ. സൗദ പറഞ്ഞു, വേണ്ട. അതെന്താ? നിങ്ങൾ കഴിച്ചോളൂ. എനിക്ക് വേണ്ട, നിങ്ങളെന്തായാലും ഇത് കഴിക്കണം. എനിക്ക് വേണ്ട ആയിഷ, നിങ്ങളെങ്ങാനും ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇത് എടുത്തിട്ട് നിങ്ങളെ മുഖത്ത് തേക്കും എന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, എനിക്ക് വേണ്ട ആയിഷ, എടുത്തിട്ട് മുഖത്ത് തേച്ചു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് എന്താ അറിയോ? സൗദനോട്, സൗദ
കുറച്ച് പായസം എടുത്തിട്ട് നീ ആയിഷാൻ്റെ മുഖത്തും തേക്കുന്നത്. റസൂലല്ലേ പറഞ്ഞത്, ഭർത്താവല്ലേ പറഞ്ഞത്. സൗദ റളിയല്ലാഹു അൻഹ യാതൊരു അനിഷ്ടവും കാണിച്ചില്ല, അല്ലെങ്കിൽ സംശയവും കാണിച്ചില്ല. പായസം എടുത്തിട്ട് ആയിഷയുടെ മുഖത്തും തേച്ചു എന്നാണ്. പായസ മുഖവുമായി നിൽക്കുന്ന രണ്ട് ഭാര്യമാരെയും കണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ചിരിച്ചു. റസൂൽ ചിരിക്കുന്നത് കണ്ടപ്പോൾ ഈ ഭാര്യമാരും ചിരിച്ചു എന്നാണ്. വലിയൊരു കുടുംബ കലഹത്തിലേക്ക് പോകാവുന്നൊരു പ്രശ്നത്തെ വളരെ മനോഹരമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഒതുക്കി തീർത്തു. അതൊരു പുരുഷൻ്റെ സൂത്രമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ നമ്മൾക്ക് മാതൃകയാവുകയാണ്. പുരുഷൻ എന്ന നിലക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും വിവാഹത്തോടു കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഞാനിത് പറയുന്നത് കുറേ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലല്ല, വിവാഹം കഴിച്ചിട്ട് ദീർഘകാലത്തെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലല്ല, പിന്നെയോ വേറെ കുറേ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞാനിത് പറയുന്നത്. പലതരത്തിലാണ് ഒരു പുരുഷൻ്റെ മനസ്സ്. സ്ത്രീയുടെ മനസ്സ് വേറൊരു പ്രശ്നമാണ്. വലിയൊരു പ്രശ്നമാണ് സ്വന്തം വീട്ടുകാരും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഉമ്മയും സ്വന്തം ഭാര്യയും തമ്മിലുള്ള പ്രശ്നം. ഇതിലൊരു ഭർത്താവ് എവിടെയാണ് നിൽക്കേണ്ടത്? വലിയ ഒരു കൺഫ്യൂഷൻ വരാവുന്നൊരു പ്രശ്നമാണത്. ഒരാളുടെ മനസ്സ് വല്ലാതെ ടെൻഷനാകുന്നൊരു പ്രശ്നമാണത്. കാരണം ഭാര്യയെ ഒഴിവാക്കാൻ പറ്റുമോ? ഒഴിവാക്കാൻ പറ്റാത്തൊരു ബന്ധമാണ്. ഉമ്മ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാനേ പറ്റാത്തൊരു ബന്ധമാണ്. ഒന്ന് രക്തബന്ധമാണ്, മറ്റൊന്ന് അതുപോലെ തന്നെ ഉള്ള ഒരു അടുപ്പമാണ്, രക്തബന്ധമല്ലെങ്കിലും. അവിടെ ഒരു പുരുഷൻ എന്ന നിലക്ക് അയാളുടെ സമീപനമാണ് അതിലയാൾ തോൽക്കുന്നതും ജയിക്കുന്നതും. ചില ആളുകളൊക്കെ അതിൽ തോറ്റുപോകുന്നു. അയാൾക്കത് വേണ്ടത്ര കൈകാര്യം ചെയ്യാൻ കഴിയാതെ ആ ബന്ധങ്ങളൊക്കെ ആകെ അലസിപ്പിരിയുന്നു. എന്നാൽ ഒരു പുരുഷൻ്റെ മനസ്സും അയാളുടെ സൂത്രവും അയാളുടെ പക്വതയും കൊണ്ട് ഈ ബന്ധങ്ങളൊക്കെ അയാൾക്ക് മനോഹരമായി മുന്നോട്ട് പോകാൻ കഴിയും. ആ പലതരത്തിലുള്ള സ്വഭാവങ്ങളുള്ള ഒരാളാണ് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നത്. ഒരാളെയും നന്നാക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് വളച്ചു കഴിഞ്ഞാൽ പൊട്ടുന്നൊരു സാധനമാണ്, അതുകൊണ്ട് നിങ്ങൾ വളക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. എത്ര മനോഹരമാണ് ആ നിർദ്ദേശം. നമ്മൾ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട, ആളുകൾ നന്നാവുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ദീനുള്ള പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കണം എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. ഫൽഫർ ബി ദാത്തി ദീൻ, ദീനുള്ളവളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സമ്പത്ത് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ഇല്ലാതെയായി പോകാൻ സാധ്യതയുണ്ട്. കുറഞ്ഞു പോകാൻ മാത്രമല്ല, ഇല്ലാതെയാകാനും സാധ്യതയുണ്ട്. പിന്നെയോ തറവാടിത്തം എന്നൊക്കെ പറഞ്ഞാൽ അതും ഇല്ലാതെയായി പോകാൻ സാധ്യതയുണ്ട്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതും ഇല്ലാതെയായി പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ദീൻ എന്ന് പറഞ്ഞാൽ ഇല്ലാതെയായി പോകില്ല. അത് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, പക്ഷെ അതില്ലാതെയായി പോകില്ല. അതുകൊണ്ടാണ് ഫൽഫർ ബിദാത്തി ദീൻ, ദീനുള്ളവളെ നീ കാണ്, ദീനുള്ളവളെ നീ സ്വീകരിക്കുക. സ്ത്രീയോട് പറഞ്ഞ എന്താണ്, അല്ലെങ്കിൽ സ്ത്രീയുടെ രക്ഷിതാവിനോട് പറഞ്ഞ എന്താണ്? ഇദാ ആതാകും മൻ തർളൗന ഖുലുഖഹു വദീനഹു ഫസവ്വിജു. നിങ്ങളുടെ അടുത്തേക്ക് സ്വഭാവ മഹിമയും ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംതൃപ്തിയുമുള്ള ഒരാൾ വന്നാൽ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കണമെന്നല്ല പറഞ്ഞത്. ഫസവ്വിജു, നിങ്ങൾ വേഗം കല്യാണം ഉണ്ടാക്കി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ അതാണ്. അതല്ലെങ്കിൽ നാട്ടിലൊക്കെ കുഴപ്പങ്ങളാണ് വ്യാപിക്കുക. യോജിച്ച ആളുകൾ പരസ്പരം ഒന്നിക്കൂല എന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ പരസ്പരം ഇണങ്ങിപ്പോകാനുള്ള എല്ലാ മാർഗങ്ങളും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. പരസ്പരം ഈ യോജിച്ചു പോകാൻ പറ്റാത്ത മേഖലകൾ എപ്പോഴാണ് ഉണ്ടാവുക? അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്താണെന്നറിയോ? സംശയമാണ്, അല്ലേ? സംശയം. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ തന്നെ അതിനേക്കാൾ ഉപരിയായി ആലോചിച്ചുണ്ടാക്കുക, അതാണ് സംശയം. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കിടന്നുറങ്ങി ഒരുപാട് സമയമായി, പാതിരാവായി. ആയിഷ റളിയല്ലാഹു അൻഹ ഉണർന്നു നോക്കുമ്പോൾ റസൂലിനെ കാണാനില്ല. അവിടെ ഒന്നും തപ്പിയുടെ അവിടെ ഒന്നും കാണാനില്ല. പായലൊന്നുമില്ല, റൂമിലൊന്നുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഉറപ്പിച്ചു, ഏതെങ്കിലും ഒരു ഭാര്യയുടെ അടുത്തേക്ക് റസൂൽ പോയിട്ടുണ്ടാവും. റസൂലിനോട് വരട്ടെ, റസൂലിനെ ഞാൻ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വാതിലിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്, വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഇരിക്കുകയാണ്. റസൂൽ വരുമ്പോൾ ഒന്ന് കാണട്ടെ എന്ന വിചാരത്തോടു കൂടി അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ എവിടെയോ ഒരു നിഴൽ കാണുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അത് അല്ലാഹുവിൻ്റെ റസൂലായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജന്നത്തുൽ ബഖീഹിൽ പ്രാർത്ഥിച്ച് കരഞ്ഞു നിൽക്കുകയാണ് അല്ലാഹുവിൻ്റെ റസൂൽ. ഖബർസ്ഥാനാണ് അവിടെ. ഒരുപാട് ആളുകളെ മറവ് ചെയ്ത
ജന്നത്തുൽ ബഖീഹ് എന്നറിയപ്പെടുന്ന സ്ഥലം. ആ ജന്നത്തുൽ ബഖീഹിൽ പ്രാർത്ഥിച്ച് മരണത്തെക്കുറിച്ച് ആലോചിച്ച് സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയത്ത് ഇത് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയതമയായ ആയിഷ റസൂലിനെ ഓടിച്ചെന്ന് കെട്ടിപ്പുണർന്നിട്ട് പറഞ്ഞു, റസൂലെ, ഞാൻ അറിയാതെ പറ്റിപ്പോയി, നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ ഞാൻ ആലോചിച്ചു പോയി, അത് ശരിയല്ല എന്നെനിക്ക് മനസ്സിലായി, എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ കരയുകയാണ്. സംശയം ശരിയായിരുന്നോ? സംശയം ശരിയല്ല, വെറുതെ ഉണ്ടായൊരു ആലോചനയാണ്. അവിടെ റസൂലിനെ എങ്ങാനും കണ്ടിട്ടില്ലായിരുന്നെങ്കിലോ, റസൂൽ മറ്റൊരു സ്ഥലത്തേക്ക് വേറൊരു ആവശ്യത്തിന് പോയിരുന്നെങ്കിലോ കൂടുതൽ 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 ആ തെറ്റിദ്ധാരണ വളർന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഒരിക്കൽ ഇങ്ങനെ കിടക്കുമ്പോൾ റസൂലിനെ കാണുന്നില്ല, ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ ഒരു നനവ് കാണുന്നുണ്ട്. നനവ് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ റസൂലിൻ്റെ മുട്ട് കാണുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ റസൂൽ സുജൂദ് ചെയ്ത് കിടക്കുകയാണ്. റസൂൽ ആ പായയിൽ തന്നെ പ്രാർത്ഥിച്ച് കരഞ്ഞ ആ കണ്ണുനീരാണ് ആ ഒഴുകി വന്നിരിക്കുന്നത്. അവിടെയാണ് ആ നനവായി തട്ടിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊക്കെയോ ആലോചനകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ കടന്നുകൂടിയിരുന്നു. പക്ഷേ ഒന്നും ശരിയല്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പം സംശയമാണ് വിവാഹബന്ധത്തിൽ വലിയ ഗുരുതരമായ പാകപ്പിഴവുകൾ ഉണ്ടാക്കുന്നത്. ചില സംശയങ്ങളിലൊക്കെ ചില സത്യങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും ആ ബന്ധം തകർക്കുന്ന വിധത്തിലേക്ക് അത് വളരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാളെക്കുറിച്ച് വല്ല തെറ്റിദ്ധാരണകളും വന്നു കഴിഞ്ഞാൽ ആ തെറ്റിദ്ധാരണയെക്കുറിച്ച് നിങ്ങൾ കൂടുതലായി അന്വേഷിക്കരുത് എന്ന് പറയുന്നുണ്ട്. അത് തെറ്റിദ്ധാരണയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കരുത്, അതൊക്കെ ശരിയാകുമെന്ന് ആലോചിക്കുക. അതും അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനിഷ്ടമായ കാര്യങ്ങൾ അവരുടെ അടുത്ത് നിന്ന് വന്നാലും ധാരാളം ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. വല്ലാത്തൊരു ചോദ്യമാണത്. ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ അടുത്ത് വളരെ അടുപ്പമുള്ളൊരു സുഹൃത്താണ്. അവൻ്റെ ഭാര്യയും വളരെ അടുപ്പമുള്ള ദമ്പതികളുമാണ്. ഒരു ദിവസം അവൻ വന്നിട്ട് പറഞ്ഞു, ഉച്ച നേരത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഭാര്യയോടൊരു പ്രശ്നം ഉണ്ടാക്കി വന്നതാണ്. എന്താണ്? അങ്ങനെ പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം മറ്റൊരാളോട്. പക്ഷെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, ഭാര്യ എന്നോട് പറഞ്ഞു ഞാനൊരു സ്വാർത്ഥനാണെന്ന് പറഞ്ഞു. അതെനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ അവളോട് ചോദിച്ചു, ഞാൻ സ്വാർത്ഥനാണെന്നുള്ളത് എന്നാണ് എനിക്ക് തെളിഞ്ഞത്? എപ്പോഴാണ് ഞാൻ സ്വാർത്ഥതയുള്ള പെരുമാറ്റം ഉണ്ടാക്കിയത്? അങ്ങനെയൊക്കെ അവർ ധാരാളമായി ചോദിച്ച് ആകെ ബഹളമായി അവൻ ഇറങ്ങിപ്പോന്നതാണ്. അവനിങ്ങനെ തണുത്ത് വന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഭാര്യ എന്നോട് നിങ്ങളൊരു സ്വാർത്ഥനാണെന്ന് പറഞ്ഞപ്പോൾ ആണോ? സ്വാർത്ഥതയുള്ള പെരുമാറ്റം എൻ്റെ അടുത്ത് നിന്നുണ്ടായോ? എന്നാൽ ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്, നീ ക്ഷമിക്കണം കേട്ടോ, ഇനി ഉണ്ടാവില്ല എന്നായിരുന്നു നിങ്ങൾ പറഞ്ഞതെങ്കിൽ ആ നേരം വരെ ഉണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ഒരു 100 മടങ്ങ് സ്നേഹം ആ നിമിഷം മുതലുണ്ടാകും. പിന്നെ നിങ്ങൾ സ്വാർത്ഥനായാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ നേരെ തിരിച്ച് നിങ്ങളൊരു കച്ചറയാണ് അവരോട് ഉണ്ടാക്കുന്നത് എങ്കിൽ, ഒരു പ്രശ്നമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, നിങ്ങൾ സ്വാർത്ഥനാണ് എന്ന വിഷയം നിങ്ങൾ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ആയത്താണ് പറഞ്ഞെടുത്തു. എന്ത്? ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനിഷ്ടമായ വർത്താനമൊക്കെ അവരുടെ അടുത്ത് നിന്ന് ഉണ്ടാവാം. പക്ഷേ ഇഷ്ടമുള്ള എത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു കുട്ടിയില്ലേ? ആ കുട്ടിയുണ്ട്. ആ കുട്ടിയെ നോക്കുന്നതൊക്കെ ആരാണ്? നിങ്ങളാണോ? അല്ല. നിങ്ങൾ എപ്പോഴാണ് ജോലിക്ക് പോകാൻ? ഞാൻ അതിരാവിലെ പോകും. എപ്പോഴാണ് തിരിച്ചു വരിക? രാത്രിയെ തിരിച്ചു വരുള്ളൂ. ആ സമയം വരെ ആ കുട്ടിയെ നോക്കേണ്ടത് അവൾ മാത്രമാണോ? ആ കുട്ടിയെ നോക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടല്ലോ. പക്ഷെ നിങ്ങളുടെ കൂടെ ഉത്തരവാദിത്തം നോക്കുന്നത് അവളല്ലേ? അതെ, അവളാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് ആരാണ്? അവളാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ആളല്ലേ. ആ കൂട്ടത്തിൽ ഒരു ചെറിയ കാര്യം, അവൾക്ക് തോന്നിയൊരു കാര്യം നിങ്ങളോട് പറഞ്ഞപ്പോൾ അത് പോസിറ്റീവായിട്ടാണ് നിങ്ങൾ എടുത്തത് എങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു മറുപടി അല്ല നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയതെങ്കിൽ അവർക്ക് നിങ്ങളോട് സ്നേഹം കൂടുകയാണ് ചെയ്യുക എന്ന് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന റജുല ഇദാ നദറ ഇലാ ഇംറഅതിഹി വനദറത് ഇലൈഹി നദറല്ലാഹു തആല ഇലൈഹിമ നദറതൻ റഹ്മ. ഒരു പുരുഷൻ അവൻ്റെ ഭാര്യയെ സന്തോഷത്തോടു കൂടി നോക്കിയാൽ അള്ളാഹു അവരെ രണ്ടുപേരെയും കാരുണ്യത്തോടു കൂടി നോക്കും എന്നാണ്. ഫൈദ അഖദ ബികഫിഹ തസാഖത്തത് ദുനൂബുഹുമാ മിൻ ഖിലാലി അസാബിഇഹിമ. അവർ രണ്ടുപേരും ഒന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ, സലാം പറഞ്ഞിട്ടൊന്ന് കൈ പിടിച്ചാൽ അവരുടെ രണ്ടുപേരുടെയും വിരലുകൾക്കിടയിലൂടെ അവരുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും എന്നാണ്. ഇപ്പോൾ വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ വെറും ഒരു ഭൗതികമായ ഒരു ബന്ധം മാത്രമല്ല, അതിന് ആത്മീയമായ ഒരുപാട് തലങ്ങളുണ്ട്.
നമ്മളൊന്ന് പരസ്പരം തൊടുമ്പോൾ പോലും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന തരത്തിൽ അള്ളാഹു ഈ ബന്ധത്തെ പവിത്രമാക്കിയിട്ടുണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയപ്പെടുന്നത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ഖഹുന്നാസി മഅ നിസാഇഹി. റസൂൽ വീട്ടിലെത്തിയാലാണ് ഏറ്റവും അധികം തമാശകൾ പറഞ്ഞിരുന്നത്. ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം തമാശക്കാരനായിരുന്നു റസൂൽ. എവിടെ? മഅ നിസാഇഹി, അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുടെ അടുത്തെത്തുമ്പോൾ എന്ന്. ഈ യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ, കളവ് എന്ന് പറഞ്ഞുകൂടാ, യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ പറയാൻ ഇളവ് കിട്ടിയ 3 സന്ദർഭങ്ങളുണ്ട്. നിങ്ങൾ കേട്ടിരിക്കും. ഒന്ന്, ഇസ്ലാഹ് ബൈനന്നാസ്, 2 ആളുകളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഇല്ലാത്ത കാര്യം പറഞ്ഞാലും അള്ളാഹു അത് പുറത്തിരുന്നതാണ്. കാരണം നല്ലൊരു ഉദ്ദേശമാണുള്ളത്. മറ്റൊന്ന് എന്താണ്? മറ്റൊരു സന്ദർഭം യുദ്ധത്തിൻ്റെ സമയത്താണ്. യുദ്ധത്തിൻ്റെ സമയത്ത് ആളുകളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞാൽ അള്ളാഹു അത് പുറത്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3-മതായി പറഞ്ഞ എപ്പോഴാണെന്നറിയോ? ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരിക്കുമ്പോൾ എന്നാണ്. അവിടെ സ്നേഹം വർദ്ധിക്കണം. ഇല്ലാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മഹാ അപാകതകളോ ഇല്ലാത്ത കാര്യങ്ങൾ, അവാസ്തവങ്ങൾ പറയാം. ഉദാഹരണത്തിന്, നീ എൻ്റെ പൊന്നാണ് എന്ന് പറയും. അത് പൊന്നായിട്ടല്ലല്ലോ പറയണത്. അതൊരു വാസ്തവമാണോ? വാസ്തവമല്ല. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ ഉദാഹരണം പറഞ്ഞത് തെറ്റിദ്ധാരണകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും പറയാവുന്ന സന്ദർഭമാണ് ഇണയോടൊത്തുള്ള സന്ദർഭം എന്ന് പോലും അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് റസൂലിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, റസൂൽ വീട്ടിലെത്തിയാൽ ഏറ്റവും അധികം തമാശകൾ പറഞ്ഞ് കളിചിരികൾ പറഞ്ഞിരിക്കുന്ന ആളായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യംബഗി ലിർറജുലി അൻ യകൂന ഫി അഹ്ലിഹി മിസ്ല അസ്സബി. വീട്ടിലെത്തിയാൽ ഒരു പുരുഷൻ, അയാൾ വീട്ടിലെത്തിയ ഒരു കുട്ടിയായിരിക്കണം. അയാൾ വലിയ ഉദ്യോഗസ്ഥനായിരിക്കും, വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥനാവണ്ട. അയാൾ വലിയൊരു മാഷായിരിക്കും, വീട്ടിലെത്തിയ ആളൊരു മാഷാവണ്ട. അയാൾ മാനേജറായിരിക്കും, വീട്ടിലെത്തിയ മാനേജറാവരുത്. പിന്നെ വീട്ടിലെത്തിയ ആളൊരു കുട്ടിയായിരിക്കണം എന്ന് മാത്രമല്ല, ഫഇദൽ തമസു മാ ഇൻദഹു വുജിദ റജുലൻ. അയാളൊരു പക്വതയും പാകതയും ഒക്കെ ഉള്ള ആളാകേണ്ട സമയത്ത് അങ്ങനെയാവണം. അയാളെ പൗരുഷം ഉള്ള അങ്ങനെയുള്ള സന്ദർഭത്തിൽ അയാൾ അങ്ങനെയാവണം. പക്ഷെ അധിക നേരവും അയാൾ ഒരു കുട്ടികളെപ്പോലെ ആയിത്തീരണം എന്നാണ് പറഞ്ഞു. ഖലീൽ ജിബ്രാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുട്ടികളെ നിങ്ങളെപ്പോലെ ആക്കാൻ ശ്രമിക്കരുത്, നിങ്ങൾ കുട്ടികളെപ്പോലെ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും കുട്ടികളെ നമ്മളെപ്പോലെ ആക്കാനാണ് ശ്രമിക്കാറുള്ളത്. അവരെന്തെങ്കിലും ഒരു കുഴപ്പം കാണിച്ചാൽ അത് അവരുടെ ആകാംക്ഷ കൊണ്ട് അവർ ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ വളരെ കാര്യത്തോട് കാണുന്നൊരു കാര്യം, ഗൗരവത്തോടു കൂടി കാണുന്നൊരു കാര്യം അത്ര ഗൗരവത്തോടു കൂടി അവർ കാണൂല. അവർക്ക് അറിയാനുള്ള ആകാംക്ഷയുണ്ട്. അവർക്കൊരു കളിപ്പാട്ടം കൊടുത്തു കഴിഞ്ഞാൽ അവർ 1-2 ദിവസമൊക്കെ അതിങ്ങനെ പുറത്ത് കാണുള്ളൂ, പിന്നെ അതിൻ്റെ ഉള്ളിൽ കാണാനാണ് ശ്രമിക്കുക. അതവരുടെ ഉള്ളിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള അല്ലമൽ ഇൻസാന മാലം യഅലം, അറിയാത്തത് അറിയാനുള്ള ആഗ്രഹം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. ആ കുട്ടീനെ അടിച്ചുകൊണ്ട് കാര്യമില്ല. ആ കുട്ടിയുടെ ഈ ആകാംക്ഷ, ഭാവന, കുട്ടിക്ക് ആലോചിക്കാനുള്ള ശക്തിക്ക് ഇല്ലാതായി തീരാനാണ് നമ്മൾ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ കുട്ടിയെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ കുട്ടിയെ വളർത്തുകയാണ് ചെയ്യുന്നത്. ആ മനസ്സിലാക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ മനഃശാസ്ത്രം അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ പാരൻ്റ് ഈഗോ എന്ന് പറഞ്ഞ സംഗതിയുണ്ട്, ചൈൽഡ് ഈഗോ എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിയോട് നമ്മൾ സംസാരിക്കേണ്ടത് ഒരു പാരൻ്റ് ഈഗോ ആയിട്ടല്ല, ഒരു വാപ്പ പറയുന്നത് പോലെ, ഒരു അധികാരി പറയുന്നത് പോലെയല്ല, മറിച്ച് ആ കുട്ടിയോട് ആ കുട്ടിയുടെ ഒരു സുഹൃത്ത് പറയുന്നത് പോലെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിലേക്ക് അത് ചെല്ലും. മാത്രമല്ല, ഇൻറ്റിമേറ്റ് സോൺ എന്നൊരു സ്ഥലം കൂടി പറയുന്നുണ്ട്. നമ്മൾ ആളുകളോട് സംസാരിക്കേണ്ടത് അടുത്തിരുന്നിട്ടാണ്. കുറേ വിട്ടുനിന്ന് കണ്ട് പറഞ്ഞാൽ അത് മനസ്സിലേക്ക് തട്ടില്ല. അടുത്തിരുന്നിട്ട് മാത്രമല്ല, പരസ്പരം തൊട്ട് സംസാരിക്കണം എന്നാണ്. അപ്പോൾ കുട്ടികളോട് സംസാരിക്കേണ്ടത് പരസ്പരം അടുത്തിരുന്നിട്ട്, നമ്മൾ ഇരുന്നിട്ട് അവരുടെ കണ്ണും അടുത്ത് വരുന്ന രൂപത്തിൽ, അവരുടെ കണ്ണും നമ്മുടെ കണ്ണും നേർക്ക് വരുന്ന രൂപത്തിൽ അവരോട് സംസാരിക്കണം എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. അങ്ങനെ ആകുമ്പോഴേ അവരുടെ മനസ്സിലേക്ക് അത് പ്രവേശിക്കുകയുള്ളൂ എന്ന്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ പ്രസവിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന നല്ലൊരു ഉപദേശമുണ്ട്, എക്കാലത്തും പ്രസക്തമായൊരു ഉപദേശമാണ്. എന്താണ് അദ്ദേഹം പറയണതെന്നറിയോ? ഐ യൻതഖി ഉമ്മഹു, നീ അവൻ്റെ ഉമ്മയെ സംസ്കരിക്കണം കേട്ടോ. പിന്നെ പറഞ്ഞത് എന്താണ്? വയുഹസ്സിന ഇസ്മഹു, അവന് നല്ല പേര് കൊടുക്കണം. വയുഅല്ലിമഹുൽ കിതാബ, അവന് ഖുർആൻ പഠിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അവൻ്റെ ഉമ്മയെ സംസ്കരിക്കണം എന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്? ആ കുട്ടി ദീർഘസമയം അവൻ്റെ ഉമ്മയുടെ കൂടെയാണ്. ആ ഉമ്മയുടെ സംസ്കാരമാണ് ആ കുട്ടിയിലേക്ക് കൺവേ ചെയ്യപ്പെടുന്നത്.
മാത്രമല്ല നിങ്ങൾ നോക്കൂ, മനഃശാസ്ത്രം പറയുന്നത് TV കണ്ടിരുന്നിട്ട് കുട്ടികൾക്ക് പാല് കൊടുക്കാൻ പാടില്ല എന്നാണ്. കാരണം എന്താണ്, TV കണ്ടിട്ടുണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള അവസ്ഥകൾ അവരുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ സന്തോഷമാണ്, ചിലപ്പോൾ ദേഷ്യമാണ്, ചിലപ്പോൾ സങ്കടമാണ്. ഇങ്ങനെയുള്ള പല അവസ്ഥകളും TV കാണുമ്പോൾ ഇങ്ങനെ ആ ഉമ്മയുടെ മനസ്സിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അവസ്ഥ ഒക്കെ ഈ കുട്ടിക്ക് ചെല്ലുന്നതാണ്. ഈ അടുത്ത് ഒരു കുടുംബത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ ഉമ്മക്ക് ഉറക്കില്ല. ആ ഉമ്മക്ക് ഉറക്കില്ല എന്നൊരു പ്രാവശ്യം അവർ പറയുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ പറയേണ്ടത് ഈ കുട്ടിക്ക് ഉറക്കില്ല. ഉമ്മക്ക് ഉറക്കില്ലെങ്കിൽ കുട്ടിക്ക് ഉറക്കുണ്ടാവില്ല. ഉമ്മയുടെ മനസ്സാണ് മുലപ്പാലിലൂടെ കുട്ടിക്ക് കൈമാറുന്നത്. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി നല്ല മനസ്സോടു കൂടിയാണ് മുലപ്പാൽ കൊടുക്കേണ്ടത് എന്ന് പോലും മനഃശാസ്ത്രം പറയുന്നുണ്ട്. അവിടെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഉപദേശം പ്രസക്തമാകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സംസ്കരിക്കുക എന്നാണ്. ഭാര്യയ്ക്ക് എല്ലാ ശുദ്ധിയും നൽകുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മാത്രമല്ല റസൂൽ പറയുന്നുണ്ട്, അക്രിമു ഔലാദക്കും വ അഹ്സിനു അദബഹും. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ആദരിക്കണം എന്നാണ് പറഞ്ഞത്, ബഹുമാനിക്കണം. അള്ളാഹു വലഖദ് കറംനാ ബനി ആദം. അള്ളാഹു എല്ലാവരെയും ആദരിച്ചിട്ടുണ്ട്. അള്ളാഹിൻ്റെ സൃഷ്ടികളാണ് മനുഷ്യർ. ആ മനുഷ്യരെ പോലും അള്ളാഹു ആദരിച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ പരസ്പരം ആദരവ് വേണം. ഭാര്യയും ഭർത്താവും തമ്മിൽ ആദരവ് വേണം. മക്കളെ ഉപ്പാക്ക് ആദരവ് വേണം. ആ ആദരവ് നമ്മൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ സ്നേഹം തന്നെയാണത്, അത് കൊടുക്കുമ്പോൾ ആ സ്നേഹം തിരിച്ചു കിട്ടും. പലതരത്തിലുള്ള രക്ഷിതാക്കളാണ്. ചില രക്ഷിതാക്കൾ മക്കൾക്ക് പേടിപ്പെടുത്തുകയാണ് ചെയ്യുക. മക്കളോടൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിക്കുക. അങ്ങനെയുള്ള രക്ഷിതാക്കൾക്ക് ഒരിക്കലും സ്നേഹം തിരിച്ചു കിട്ടില്ല. ചില രക്ഷിതാക്കൾ മക്കളെ ധാരാളം അങ്ങോട്ട് സ്നേഹിക്കും. എങ്ങനെയാണ് സ്നേഹിക്കുക? ആ മക്കൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഈ വാപ്പ ചെയ്തു കൊടുത്താതിരുന്നിട്ടുണ്ടാവില്ല. എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. മക്കൾ എന്തിനൊക്കെയാണോ കരയണത് അതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. ആ മക്കൾ ആവശ്യപ്പെടുന്നതൊക്കെ അവിടെ നിർവഹിച്ചിട്ടുണ്ടാവും. നമ്മൾ പറയും നല്ല വാപ്പ എന്ന് പറയും. അയാൾ നല്ല വാപ്പ അല്ല, അയാൾ ആ മക്കളെ കേടുവരുത്താണ് ചെയ്യണത്. ആ മക്കൾ ഇനി പല അവസ്ഥകളിലേക്കും ജീവിക്കേണ്ട ആളുകളാണ്. ചിലതൊന്നും കിട്ടൂല എന്നും അവരെ പഠിപ്പിക്കണം. ചിലതൊന്നും കിട്ടൂല, ആഗ്രഹിച്ചതൊന്നും ചിലത് കിട്ടൂല എന്നും മക്കളെ പഠിപ്പിക്കേണ്ടത് ഈ വാപ്പയാണ്. കാരണം ഈ വാപ്പ എല്ലാ കാലത്തും ഉണ്ടാവില്ല ഈ മക്കളുടെ കൂടെ. ആ വാപ്പ ഇല്ലാത്തൊരു കാലത്തും വളരേണ്ടവരാണ് ഈ മക്കൾ. അനുകൂലവും പ്രതികൂലവുമായ കാലാവസ്ഥകളിൽ ജീവിക്കേണ്ട ആളുകളാണ് ഈ മക്കൾ. അങ്ങനെ പ്രതികൂലമായ കാലത്തും ജീവിക്കാൻ ഈ മക്കളെ പഠിപ്പിക്കേണ്ടത് ഈ വാപ്പയായിരുന്നു. പക്ഷേ ഈ വാപ്പ അങ്ങനെ പഠിപ്പിച്ചില്ല. അയാൾ ആവശ്യം പറഞ്ഞൊക്കെ ചെയ്തു കൊടുക്കുകയും വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ആ മക്കളെ കീടിരുത്താണ് ചെയ്യുന്നത്. മൂന്നാമത്തെ തരത്തിലുള്ളൊരു വാപ്പമാരും ഉമ്മമാരും ഉണ്ട്. അതെന്താണ്? അത് ശിക്ഷണമാണ്. ശിക്ഷണം, അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് ആവശ്യപ്പെടുന്നത്. മക്കൾക്ക് നമ്മൾ ശിക്ഷണമാണ് കൊടുക്കേണ്ടത്, ഉപദേശമല്ല. മക്കളുടെ ഹീറോ എന്ന് പറയുന്നത് വാപ്പയും ഉമ്മയുമാണ്. അതല്ലാതെ TV-യിൽ കാണുന്ന ആളുകളാകരുത്. ആ മക്കൾക്ക് ഹീറോ ആയിട്ട് ഈ വാപ്പയും ഉമ്മയും മാറുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ശിക്ഷണമായി തീരുന്നത് എന്നർത്ഥം. കുറച്ച് മുമ്പ് വിദേശത്ത് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെ വാഹനത്തിൽ പോകുകയായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഇവരെന്തോ ഒരു ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങി. ആ സമയത്ത് ഡ്രൈവർ ഒരു ടാക്സിയാണ്, പരിചയമില്ലാത്ത ഡ്രൈവറാണ്. അപ്പോൾ ഇയാൾ ആ സമൂസ അങ്ങനെ എന്തോ ഒരു സാധനം ഈ ഡ്രൈവർക്ക് കൊടുത്തു. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ സംസാരം കൂടുതലുള്ള കുട്ടിയാണ്. ഈ കുട്ടി പറഞ്ഞു, വാപ്പ എന്തിനാണ് നിങ്ങൾ കൊടുക്കുന്നത്, എനിക്കുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പ പറഞ്ഞു, ആൾ വലിയൊരു വിദ്യാഭ്യാസമുള്ള ആളെന്നല്ല, അയാൾ പറഞ്ഞു, മോനെ കൊടുത്താലേ ഉണ്ടാകുള്ളൂ. ഇതാണ് ശിക്ഷണം. ആ കുട്ടീൻ്റെ മനസ്സിൽ നിന്ന് അത് പോകില്ല. നമ്മൾ കൊടുക്കുന്നതേ നമ്മൾക്ക് ഉണ്ടാകുള്ളൂ മോനെ, നമ്മൾ തിന്നത് നമ്മളെ കൂടെ ഉണ്ടാവില്ല എന്ന വലിയൊരു സന്ദേശം റസൂൽ പറഞ്ഞതാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ വാപ്പ കുട്ടീനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് എല്ലാ സന്ദർഭത്തിലും ഒരു ഉപദേശമല്ലല്ലോ, അത് ഉപദേശമല്ല, അത് ഒരു രൂപപ്പെടുത്തലാണ്. നമ്മുടെ കയ്യിലുള്ള കളിമണ്ണാണ് നമ്മുടെ കുട്ടികളെന്ന് പറയും അല്ലേ? ആ കളിമണ്ണുകൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാം? മനോഹരമായൊരു ശില്പം ഉണ്ടാക്കാം. അതാകെ എടുത്തിട്ട് വലിച്ചെറിയുകയും ചെയ്യാം, ആകെ കേടുവരുത്താം. അപ്പോൾ എന്ത് വേണം നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ കയ്യിലുള്ള കളിമണ്ണാണ് നമ്മുടെ കുട്ടികൾ. ആ കുട്ടികളെ എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൊന്നാനിയിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവം ഉണ്ട്. ഒന്ന്, അവിടെ ഒരു സാധുവായ കുടുംബം, വാപ്പല്ല ഉമ്മ മാത്രമേ ഉള്ളൂ. ഉമ്മ എന്തോ ചെറിയ ജോലികളെല്ലാം ചെയ്തിട്ടാണ് ജീവിക്കുന്നത്, ചെറിയ വരുമാനമാണ്. ഈ കുട്ടി പെൺകുട്ടിയാണ്. പെൺകുട്ടി ഉമ്മയോട് പറയണത്, ഉമ്മ എനിക്കൊരു ചുരിദാർ വേണം. അവളുടെ ഒരു കൂട്ടുകാരുടെ കല്യാണമുണ്ട്, ഒരു വലിയ വില പിടിച്ചൊരു ചുരിദാറാണ് പറയുന്നത്, 2000 രൂപയുടെ ചുരിദാറാണ്. അത് വാങ്ങാൻ ഇവരെ കൊണ്ട് കഴിയില്ല. വാങ്ങാൻ കഴിയുന്നവർ അതിനെ വാങ്ങിക്കൊടുക്കണം. പക്ഷെ വാങ്ങാൻ കഴിയാത്തവരെ കൊണ്ട് അത് വാങ്ങാൻ കഴിയില്ലല്ലോ. ഈ ഉമ്മ പറഞ്ഞു, മോളെ എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞു.
പക്ഷേ ആ കുട്ടി നിർബന്ധിക്കുകയാണ് ഉമ്മയെ. അങ്ങനെ ആ ഉമ്മ ചെറിയ 500 രൂപയുടെയോ 900 രൂപയുടെയോ ഒരു ചുരിദാർ വാങ്ങിക്കൊടുത്തു. പക്ഷെ ആ കുട്ടി പിന്നെ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഈ കുട്ടി ചെയ്യുന്ന ഉണ്ടായ സംഭവമാണ്, നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും. ആ കുട്ടി ചെയ്യുന്നത് അവളുടെ എല്ലാ വസ്ത്രങ്ങളും അവൾ ചുട്ട് എരിച്ചു. മാത്രമല്ല മണ്ണെണ്ണ ഒഴിച്ചിട്ട് അവൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. 2000 രൂപയുടെ ഒരു ചുരിദാറിന് വേണ്ടി അവളുടെ ജീവിതം തന്നെ അവൾ ഇല്ലാതാക്കി. എന്നിട്ട് നമ്മളോട് പറഞ്ഞ ആ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മോന് സേലത്ത് പഠിക്കുകയാണ്. അവന് വെക്കേഷന് നാട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ അവന് 2 ജോഡി വസ്ത്രം എടുത്തു കൊടുത്തു. 2 പാൻസും 2 ഷർട്ടും ആണ് എടുത്തു കൊടുത്തു. അവന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഉപ്പ എവിടെ നിന്നാണ് ഈ ഡ്രസ്സ് വാങ്ങിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവിടെ ആ കടയിൽ നിന്നാണ്. അവന് കൊണ്ടുപോയി എന്നാണ്. ആ ബില്ല് വാങ്ങിയിട്ട് 1 ഷർട്ടും 1 പാൻസും അവനോട് കൊണ്ടു കൊടുത്തിട്ട് ഉപ്പനോട് വന്നിട്ട് ആ പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ഉപ്പ എനിക്ക് കഴിഞ്ഞ വരവിനാണ് നിങ്ങളൊരു പാൻസും 1 ഷർട്ടും വാങ്ങി തന്നത്, ഇനി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ മോന് തിരിച്ചെടുക്കുകയാണ്. ഇദ്ദേഹം ഇത് 2 തുലനപ്പെടുത്തിയിട്ടല്ല പറഞ്ഞത്. അദ്ദേഹം വേറൊരു കാര്യം പറയുമ്പോഴാണ് പറഞ്ഞത്. പക്ഷെ നമ്മളിത് തുലനപ്പെടുത്തിയിട്ടൊന്ന് നോക്കൂ. 2 കുട്ടികളാണ് അല്ലേ, 2 മക്കളാണല്ലോ, 2 രക്ഷിതാക്കളാണല്ലോ. ഈ വാപ്പ ഈ കുട്ടിയെ വളർത്തിയത് പോലല്ല ആ പെൺകുട്ടിയെ ആ ഉമ്മ വളർത്തിയത്. അതുകൊണ്ടാണ് ആ ഉമ്മയുടെ കുട്ടി കേടുവന്നു പോയത്. അപ്പോൾ ശിക്ഷണത്തിൽ എത്രയധികം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ അത്രയും നമുക്ക് നല്ല ഗുണങ്ങൾ തിരിച്ചു കിട്ടും. മക്കൾക്ക് പലതും ആവശ്യമുണ്ട്. ഏറ്റവും വലിയ ആവശ്യം എന്താണ്? അംഗീകാരമാണ്. അതിനേക്കാളും വലുതല്ല മറ്റൊന്നും. അംഗീകാരം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന പ്രായമാണ് കുട്ടികളുടെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ കേട്ടിരിക്കും ബെഞ്ചമിൻ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കുട്ടിയുടെ കഥയുണ്ട്. ബെഞ്ചമിൻ, അമ്മ മാത്രമേ ഉള്ളൂ ബെഞ്ചമിന്. അപ്പോൾ അച്ഛനില്ല, ചെറിയൊരു കുടുംബമാണ്, ചെറിയ വരുമാനമാണ്. അപ്പോൾ ഈ അമ്മ ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ ചെറിയ വീട് അമ്മ ആ ചെറിയ വരുമാനം കൊണ്ടെല്ലാം പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞ്. അങ്ങനെ അമ്മ ഒരു ദിവസം കടയിലേക്ക് എന്തോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ മോനോട് പറയും, മോനെ ബെഞ്ചമിന്, നമ്മുടെ സാലിയുണ്ട് ചെറിയ കുട്ടി, അവളെ നീ നോക്കണം കേട്ടോ, ഞാനിപ്പോൾ വരാം, അവൾ അവിടെ പോയി വീഴുന്ന നോക്കണം, നീ നോക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മ പോവാണ്. അങ്ങനെ കുറേ സമയം അമ്മ പോയി കഴിഞ്ഞപ്പോൾ മോന് കുറേ നേരം കുട്ടിയെ നോക്കിയിട്ടൊക്കെ ഇരുന്നു. പിന്നെ ഒരു കുസൃതിത്തരങ്ങൾ തുടങ്ങാൻ തുടങ്ങും. അങ്ങനെ തുടങ്ങിയ സമയത്ത് ഇവൻ എന്ത് ചെയ്യാണ്, അവിടെ കുറേ പെയിൻറ്റിൻ്റെ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ പെയിൻറ്റിൻ്റെ പാത്രങ്ങളിലേക്ക് ഇവൻ നോക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് കുറേ ബ്രഷുണ്ട്. ഇവനെന്താ ചെയ്യുന്നത്? ആ ബ്രഷ് എടുത്തിട്ട് പെയിൻ്റ് എടുക്കാൻ തുടങ്ങി. പെയിൻറ്റിംഗ് ഒക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവൻ്റെ വക വേറൊരു പെയിൻറ്റിങ് ആകെ നാശാക്കി എല്ലാ ഭാഗത്തും ആകെ കുളമാക്കിയിട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇവനൊരു സൂത്രം ചെയ്തിട്ടുണ്ട്. എന്താണ്? ഈ കുട്ടി ഉണ്ടല്ലോ, ഒരു ഡോള് കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാലി എന്ന കുട്ടി, ആ കുട്ടിയുടേതുപോലെ ഒരു ചെറിയ ചിത്രം ആ ചുമരിലിങ്ങനെ വരച്ചിട്ടിട്ടുണ്ട്. അമ്മ കുറേ കഴിഞ്ഞപ്പോൾ കടയിൽ നിന്ന് വന്നു. അമ്മ കാണുന്നത് ഇതാണ്. അമ്മയുടെ മനസ്സിൽ ദേഷ്യം ഇങ്ങനെ ഇരച്ച് കയറുന്നുണ്ട്. കാരണം അവരൊരുപാട് ദിവസത്തെ അധ്വാനം കൊണ്ടാണ് ഇതൊക്കെ വൃത്തിയാക്കി വെച്ചത്. അപ്പോഴാണ് മോനിങ്ങനെ ചെയ്യുന്നത് കാണുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈ ദേഷ്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ ഉരുണ്ട് കൂടുമ്പോഴും ഒരു കുട്ടിയുടെ ചിത്രം അവിടെ വരച്ചിട്ടത് ആ അമ്മ കാണുകയാണ്. അപ്പോൾ ആ അമ്മ ബെഞ്ചമിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ബെഞ്ചമിൻ, ഇതാരാണ്? ഇത് സാലിയാണല്ലോ, ഇത് മോനാണോ വരച്ചത് എന്ന് പറഞ്ഞിട്ട് ആ അമ്മ ആ മോൻ്റെ ഒരുപാട് ചുംബനങ്ങൾ കൊടുത്തു എന്നാണ്. മോൻ്റെ നെറുകിൽ ഒരുപാട് ഉമ്മകൾ കൊടുത്തു എന്നാണ്. ആ കുട്ടിയാണ് പിന്നെ ബെഞ്ചമിൻ ബെസ്റ്റി എന്ന മഹാനായ ചിത്രകാരനായി മാറിയത്. അദ്ദേഹം ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. ആ കഥയിട്ട പേര് എൻ്റെ അമ്മയുടെ ചുംബനം എന്നെ ചിത്രകാരനാക്കി എന്നാണ്. അതാണ് ആത്മകഥയുടെ പേര്. എൻ്റെ അമ്മയുടെ ചുംബനം എന്നെ ചിത്രകാരനാക്കി. ഈ കുട്ടി ചിത്രകാരനാകണം എന്ന് ആഗ്രഹിച്ച കുട്ടിയായിരുന്നില്ല. എന്നാൽ ചിത്രകാരനാകണമെന്ന് ആഗ്രഹിച്ചൊരു കുട്ടി ഉണ്ടായിരുന്നു ലോക ചരിത്രത്തിൽ. ആ കുട്ടി ഒരു പേജ് കണ്ടാൽ അപ്പോൾ അവിടെ ഒരു ചിത്രം വരക്കും, ഒരു ചുമര് കണ്ടാൽ ഒരു ചോക്ക് കിട്ടിയാൽ അപ്പോൾ ചിത്രം വരക്കും. അങ്ങനെ നടന്നിരുന്നൊരു കുട്ടിയാണ്. പക്ഷേ ഇവൻ്റെ അച്ഛൻ വളരെ ക്രൂരനായിരുന്നു. അതുകൊണ്ട് അവൻ ചിത്രം വരച്ചിട്ട് കണ്ടാൽ അതൊക്കെ കീറി വലിച്ചെറിയും. ചുമരിൽ ചിത്രം വരച്ചിട്ട് കഴിഞ്ഞാൽ അതൊക്കെ മായ്ച്ചു കളയും. അവന് ഇരുട്ടിനെ വലിയ പേടിയാണ് ഈ കുട്ടിക്ക്. അപ്പോൾ ഈ അച്ഛൻ എന്ത് ചെയ്യാണ്, കുട്ടിയെ പുറത്തേക്ക് ഇട്ടിട്ട് വാതിലടച്ചിട്ട് എല്ലാവരും ഉള്ളിലിരിക്കും ഈ കുട്ടിയുടെ പേടി മാറ്റാൻ. അവന് ഇരുട്ടിനെ പേടിയാണ്, വല്ലാതെ ആർത്ത് കരയും അവൻ. ആ കരച്ചിലിലൂടെ അവൻ അച്ഛനോടുള്ള ദേഷ്യം മൂത്ത് വന്നു. അച്ഛനൊരു ജൂതനായിരുന്നു. അച്ഛൻ ജൂതനായതുകൊണ്ട് ആ ജൂതന്മാരോടുള്ള ദേഷ്യമായി അത് മാറി. ജൂതന്മാരായ ലക്ഷക്കണക്കിന് ആളുകളെ ചുട്ടുകൊന്ന അഡോൾഫ് ഹിറ്റ്ലറായി ആ കുട്ടി മാറി. അഡോൾഫ് ഹിറ്റ്ലർ മീൻ കാംഫ് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. ആ ആത്മകഥയിൽ അദ്ദേഹം ഈ കാര്യം പറയുന്നുണ്ട്. എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എൻ്റെ അച്ഛനാണെന്ന് പറയുന്നുണ്ട്. ബെഞ്ചമിൻ വെസ്റ്റ് പറയുന്നത് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എൻ്റെ അമ്മയാണ്.
അഡോൾഫ് ഹിറ്റ്ലർ പറയണത് എന്നെ ഈ അവസ്ഥയിലെത്തിച്ചത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛനാണ്, അമ്മയാണ്, നമ്മളാണ് നമ്മുടെ കുട്ടികൾ എന്താകണമെന്ന് തീരുമാനിക്കുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മൗലാന മുഹമ്മദ് അലിയെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഉജ്ജ്വലമായൊരു അധ്യായമാണ് മുഹമ്മദ് അലി. മൗലാന മുഹമ്മദ് അലിയെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണ്? അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ്. ഇമാം ബീവി എന്നാണ് അവരറിയപ്പെടുന്നത്, ജൗഹറ ബീവി എന്നാണ്. ഇമാം ബീവി എന്ന് എല്ലാവർക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുതിർന്ന ആളുകൾക്ക് പോലും ആദരവുള്ളൊരു സ്ത്രീയായിരുന്നു അവർ. എല്ലാ ആളുകളും അവർ വിദ്യാഭ്യാസത്തിന് പോയത് കൊണ്ട് അവരെ ആക്ഷേപിച്ചപ്പോഴും അവർ വിദ്യാഭ്യാസം നേടി അക്ഷരം പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു. മക്കൾ ഒരു വലിയ യുവാക്കളായ സമയത്ത് നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെങ്ങാനും പങ്കെടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെറുപ്പത്തിൽ തന്ന മുലപ്പാൽ എനിക്ക് പൊരുത്തമില്ല എന്ന് പറഞ്ഞ ഉമ്മയാണ് ഇമാം ബീവി എന്നറിയപ്പെടുന്നത്. ഈ മക്കൾ രണ്ടുപേരും, മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും ജയിലിലടക്കപ്പെട്ട സമയത്ത് ഒരു അപേക്ഷ എഴുതി കൊടുത്താൽ അവർക്ക് 10 ദിവസത്തെ ജാമ്യം കിട്ടും, പുറത്തിറങ്ങാമെന്ന് അവരോട് പറഞ്ഞു. അതവരെ ഉമ്മയെ അവരറിയിച്ചപ്പോൾ ആ ഉമ്മ ജയിലിലേക്ക് വന്നു. ജയിലിൽ വന്നിട്ട് പറഞ്ഞു, ബ്രിട്ടീഷ് പട്ടാളത്തിനെങ്ങാനും നിങ്ങൾ അപേക്ഷ എഴുതി കൊടുത്താൽ നിങ്ങളെ രണ്ടുപേരെയും ഈ ഉമ്മ കൊന്നുകളയും എന്നാണ് ആ ഉമ്മ പറഞ്ഞത്. ആ ഉമ്മ എങ്ങനെയാണ് ആ കുട്ടികളെ വളർത്തിയതെന്നറിയോ? ഉപ്പാൻ്റെ ബിസിനസ് അത്ര നല്ലൊരു ബിസിനസ് ആയിരുന്നില്ല. ഉപ്പാൻ്റെ വരുമാനം നല്ല വരുമാനമല്ല എന്ന് ഉമ്മാക്കറിയാം. എന്നിട്ട് ആ ഉമ്മ ചെയ്യുന്നത് എന്താണ്? ഉമ്മയുടെ വളയും മാലയൊക്കെ ഊരി കൊടുത്തിട്ട് ഒരു ആടിനെ വാങ്ങി, ആ ആടിനെ വാങ്ങിയിട്ട് ആ ആടിൻ്റെ പാല് കൊടുത്തിട്ടാണ് മൗലാന മുഹമ്മദ് അലിയെയും ഷൗക്കത്ത് അലിയെയും വളർത്തിയതെന്നാണ്. ഹറാമിൻ്റെ ഒരു സമ്പാദ്യം കൊണ്ട് എൻ്റെ കുട്ടികളെ വളർത്തൂല എന്നായിരുന്നു ആ ഉമ്മയുടെ തീരുമാനം. ഇതായിരുന്നു ഇമാം ബീവി. ആ ഉമ്മയുടെ മക്കൾ ആ ഉമ്മ വളർത്തിയതുപോലെ ആയില്ലേ? ആയി. ഇന്നും പേരറിയപ്പെടുന്ന മഹാന്മാരായ ആളുകളായി അവർ രണ്ടുപേരും മാറി. ആരാണതിൻ്റെ പിന്നിൽ? ആ ഉമ്മയാണതിൻ്റെ പിന്നിൽ. എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര ചരിത്രങ്ങൾ. അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരു യാത്രാസംഘത്തിൻ്റെ കൂടെ ഉമ്മ പറഞ്ഞേക്കാണ്. കാരണം അന്ന് വിദ്യാഭ്യാസം നേടാൻ സ്കൂളോ കോളേജോ ഒന്നുമില്ല. അപ്പോൾ ഈ യാത്രാസംഘത്തിൻ്റെ കൂടെയാണ് പറഞ്ഞു വെച്ചു, എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും പഠിക്കട്ടെ. അങ്ങനെ ആ കുട്ടി തിരിച്ചു വരുമെന്ന് പോലും അറിയില്ല. ഇനി വരുമ്പോൾ ഈ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. അങ്ങനെയാണ് പോണത്. ഈ കുട്ടിയുടെ ഇവിടെ കുറച്ച് പൈസ കെട്ടിക്കൊടുത്തു എന്നാണ്. കാരണം എന്താണ്? വല്ല കൊള്ളസംഘം വന്ന് വീണാൽ കീശൊക്കെ തപ്പും, ഇവിടെ തപ്പൂല. അപ്പോൾ ഇവിടെ കെട്ടിക്കൊടുത്തു. അങ്ങനെ പോകുന്ന സമയത്ത് ആ ഉമ്മ കുട്ടിയെ ഒരുപാട് ചുംബിച്ചിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, ഉമ്മാക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഉമ്മ ഇനി ഒരു പക്ഷേ കുട്ടിയെ കാണുക പോലും ചെയ്യണമെന്നില്ല. ഒരു പക്ഷേ നമ്മൾ തമ്മിൽ ഇനി കണ്ടുമുട്ടണമെന്ന് പോലും ഇല്ല മകനെ. പക്ഷേ എനിക്ക് ഉമ്മാക്ക് നിന്നോടൊരു കാര്യമേ പറയാനുള്ളൂ. ഒരു കാരണവശാലും മോന് കളവ് പറയരുത്. മരിക്കേണ്ടി വന്നാലും ഒരു അസത്യം മോൻ്റെ നാവിൽ നിന്ന് വരരുത്. ഒരു കള്ളത്തിന് കൂട്ടുനിൽക്കരുത്. ഒരു അസത്യത്തിൻ്റെ പിന്നാലെ പോകരുത് എന്നാണ് ആ ഉമ്മ പറഞ്ഞത്. അങ്ങനെ ആ കുട്ടി പോയി ആ കച്ചവട സംഘത്തെ ഒരു കൊള്ളസംഘം കൊള്ളയടിച്ചു. ഓരോ ആളുകളോട് വരാൻ പറഞ്ഞ എന്താ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയും ഇല്ല ഇല്ല എന്ന് പറയും. തപ്പി നോക്കുമ്പോൾ ഉണ്ടാകും. അങ്ങനെ ഈ കുട്ടിയെ വിളിച്ചു. കുട്ടിയോട് ചോദിച്ചു എന്താണുള്ളതെന്ന് ചോദിക്കും. കുട്ടി പറയും ഇതിങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഈ കൊള്ളസംഘത്തിൻ്റെ തലവൻ ചോദിക്കണം, എങ്ങനെയാണ് നീ പറയണത്? നിങ്ങൾക്ക് ഇല്ലയെന്ന് പറഞ്ഞു വിടും, നിന്നെ ഞാൻ വിടൂലേ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അസത്യം പറയാൻ പാടില്ല, നുണ പറയാൻ പാടില്ല എന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞു. അപ്പോൾ ആ കൊള്ളസംഘത്തിൻ്റെ തലവൻ ചിന്തിക്കുകയാണ്, ഈ ചെറിയ കുട്ടിക്ക് പോലും സത്യത്തോട് വലിയ കൂറുണ്ട്. ഈ കുട്ടി പോലും അസത്യത്തിന് കൂട്ടുനിൽക്കുന്നില്ല. ഞാൻ ഇത്ര കാലവും സത്യമില്ലാത്ത സമ്പാദ്യമാണ് എൻ്റേത്, കള്ള സമ്പാദ്യമാണ് എൻ്റേത്, സത്യമില്ലാത്ത ജീവിതമാണ് എന്നാലോചിച്ചിട്ട് ആളത് അപ്പണി അവിടെ നിർത്തിയിട്ട് നല്ല ആളായി മാറിയെന്നാണ്. ആ കുട്ടിയാണ് പിന്നെ അബ്ദുൽ ഖാദിർ ജീലാനിയായി മാറിയത്. ഞാൻ സൂചിപ്പിച്ചത് ഉപ്പയുടെയും ഉമ്മയുടെയും ജീവിതത്തിൽ നിന്നാണ് കുട്ടികൾ ജീവിതം പഠിക്കുന്നത്. ആ പഠനം എങ്ങനെയുള്ള പഠനമായിരിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം.